ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ തീവ്രവാദ ശ്രമങ്ങൾക്ക് നമ്മുടെ നാടിന്റെ നിലനിൽപ്പിന് തന്നെ, അതിന്റെയല്ല ലോകത്തിന്റെ നിലനിൽപ്പിന് തന്നെ വലിയ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഈ വർഗീയ തീവ്രവാദ ശ്രമങ്ങളെ പരാജയപ്പെടുത്തുന്നതിന് ഓരോരുത്തർക്കും കരുത്തുണ്ടാവും എന്ന ഒരു ധാരണയെങ്കിലും വന്നില്ലെങ്കിൽ അപകടമാണ്. ഇപ്പൊ അടുത്ത കാലത്തായി മതപഠന രംഗത്ത് ഇങ്ങനൊരു മാറ്റം, ഒരാശാസ്യമായ മാറ്റം, ദൈവവിശ്വാസം അല്ലെങ്കിൽ ദൈവസങ്കല്പം എന്നല്ല എനിക്ക് നയിക്കുന്ന വിഷയം. ഹിന്ദു ധർമ്മ വേദങ്ങളിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അധികം കേട്ട് പരിചയമില്ലാതെ ഗണപതി സുബ്രഹ്മണ്യൻ, അദ്ദേഹത്തിന്റെ മക്കളായ ഗണപതി സുബ്രഹ്മണ്യൻ മുതലായ ഇതുപോലെ ബ്രഹ്മാവിനെ അങ്ങനെ ആരാധിച്ചതായിട്ട് അടുത്ത കാലത്തില്ല. പിന്നെ അതാണ് പ്രാദേശികതയുള്ളത്. ഒരു അയ്യപ്പൻ മുതലായി പ്രസിദ്ധമായ ഇതൊന്നും വേദത്തില്ല എന്ന് മാത്രമല്ല, ഈ ക്ഷേത്ര സങ്കല്പമേ ലഭിച്ചു. ക്ഷേത്രം എന്ന പേര് വൈദിക സംഹിതകളിലും ബ്രാഹ്മണങ്ങളിലും ഉപനിഷത്തുകളിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിനർത്ഥം ദേവാലയം എന്നല്ല, വയൽ എന്നാണ്. വയൽ എന്ന അർത്ഥത്തിലാണ് അത് ക്ഷേത്രം. അപ്പൊ ഇത് വളരെ പ്രധാനമാണ്. ഈ നിലയ്ക്കില്ല ഇന്നത്തെ പ്രധാനപ്പെട്ട രാമനും കൃഷ്ണനും അതുപോലുള്ള ദേവതകളൊന്നും തന്നെ വേദങ്ങളിൽ കാണാനില്ല എന്നുള്ളത് ശ്രദ്ധേയമായി സംബന്ധിക്കാം. ഇത് തെളിയിക്കുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. ഇസ്ലാം മതത്തെ പോലെയോ ക്രിസ്തുമതത്തെ പോലെയോ ഉള്ള കൃത്യമായ ചട്ടക്കൂടുകളുള്ള സംഘടിത സ്വഭാവമുള്ള ഒരു മതമല്ല ഹിന്ദു. വൈദിക സാഹിത്യവുമായി ബന്ധപ്പെട്ട ഹിന്ദുമതത്തിന്റെ പൂർവ്വരൂപത്തെ വൈദിക മതം, വൈദിക ബ്രാഹ്മണ മതം എന്നൊക്കെയാണ് പറയേണ്ടത്. പക്ഷെ അത് ഹിന്ദുമതത്തിന്റെ പൂർവ്വരൂപം തന്നെയാണ്. എന്താണ് പറയുന്നത്? വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ഒക്കെ വർദ്ധിച്ചു വന്നിട്ടുള്ള ഹിന്ദുമതം വരുന്നത് ക്രിസ്തുവിന്റെ ആരംഭത്തിന് ശേഷമാണ്. അതിനു മുമ്പ് ക്ഷേത്രങ്ങൾ, ദേവാലയങ്ങൾ ഇല്ല എന്നല്ല, പക്ഷെ വ്യാപകമായി വരുന്നത് ഈ മധ്യകാലഘട്ടത്തിലാണ്. ഇന്നത്തെ നിലയിൽ ഭഗവത്ഗീത വന്നത്. ആ ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണൻ ഈശ്വരനാണ്. അദ്ദേഹം അതിൽ പറയുന്നത്, ഞാൻ അവതാരമാണ്, ധർമ്മം യുക്തമാകുന്ന അവസരത്തിൽ അധർമ്മം വർദ്ധിക്കുന്ന അവസരത്തിൽ ഓരോ യുഗത്തിലും ഞാൻ ഓരോ അവതാരമായിട്ട് ജനിക്കുന്നു, സംഭവാമി യുഗയില്ലേ എന്നൊക്കെ പറഞ്ഞ കാലത്ത് എടുത്തു പറയുന്നു. പക്ഷെ അതൊക്കെ വളരെ പിൽക്കാലത്താണ്. ഇന്ത്യയിലെ ഹിന്ദുമതത്തിന്റെ 1000 ആണ്ട് കാലത്തെ ചരിത്രമെടുക്കുമ്പോൾ ഭഗവത്ഗീതയൊക്കെ വരുമ്പോൾ വളരെ പിന്നീടാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദുമതത്തിന്റെ മതഗ്രന്ഥം, ഒരേ ഒരു മതഗ്രന്ഥം, ഇസ്ലാമിന് ഖുർആൻ എന്ന പോലെ ക്രിസ്ത്യാനിറ്റിക്ക് ഹിന്ദുമതത്തിന് ബൈബിൾ എന്നതുപോലെ ഭഗവത്ഗീതയാണ് ഹിന്ദുമതത്തിന്റെ പ്രാമാണിക മതഗ്രന്ഥം എന്ന് പറയുന്നത് തന്നെ സർവസമ്മതമല്ല. കാരണം വളരെ പിൽക്കാലത്ത് വരുന്ന ഗ്രന്ഥമാണ് എന്ന് മാത്രമല്ല, മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ഒന്നായ കൃഷ്ണനെ മഹത്വവൽക്കരിക്കുന്നതാണ് ആ ഗ്രന്ഥം. രാമനെ മഹത്വവൽക്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതിനോട് യോജിപ്പില്ല. ഒരേ ഒരു ഈശ്വരനായി ആരാധിക്കുന്ന ശൈവന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹിന്ദുക്കൾ തന്നെയാണ്. അവർക്ക് ഭഗവത്ഗീതയോട് യോജിപ്പില്ല. ഇതൊന്നും ഇന്നത്ര ബന്ധപ്പെടുന്നല്ല. ഹിന്ദുവിശ്വാസം ഇല്ലാത്തവനും ഹിന്ദുവാണ്. ദൈവവിശ്വാസം ഇല്ലാത്തവൻ ബൗദ്ധനാണ്. ഇന്ത്യൻ മതങ്ങൾക്ക് പ്രത്യേകതയാണ്. ബുദ്ധമതത്തിൽ ഈശ്വരൻ ചർച്ചാ വിഷയമല്ല. അത് ഞാൻ നിരീശ്വരവാദമൊന്നും പറയുന്നില്ല. പക്ഷേ ഈശ്വരനുണ്ട് എന്നവര് എവിടെയും പറയുന്നില്ല. ലോകം വന്നാൽ ചിന്തിച്ചിട്ടുള്ള അത്തരം കാര്യങ്ങളിലാണ് ബുദ്ധ ഈശ്വരനുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചയിലല്ല. ജൈനമതമാകട്ടെ ഇന്ത്യയിലെ മറ്റൊരു മതമാണ്. ഇന്ത്യയിലെ ബ്രാഹ്മണ വൈദിക മതത്തിനെതിരായിട്ട് വന്നിട്ടുള്ള മതമാണ്. ആ ജൈനമതത്തിൽ ഈശ്വരവാദം തന്നെ ഇതൊന്നുമില്ല. പ്രധാനി അതിന്റെ ആവിർഭാവ കാലത്താണ്. സിഖ് മതത്തിലാകട്ടെ നമുക്കൊക്കെ അറിയാവുന്ന ഒരു പുസ്തകത്തെ ആരാധിക്കലാകട്ടെ ഗുരു ഗ്രന്ഥ സാഹിബിനെയാണ് അവർ
ടവർസറുടെ ക്ഷേത്രത്തിനെ പറ്റൊക്കെ സിഖ് ക്ഷേത്രങ്ങളെല്ലാം പറയാം ഗുരുദ്വാര. ആ ഗുരുദ്വാരകൾ ആരാധിക്കുന്നത് ഏതെങ്കിലും വിഗ്രഹത്തെയോ ഈശ്വരനെയല്ല, പുസ്തകത്തെയാണ്. ഗുരു ഗ്രന്ഥസാധ്യം ഉണ്ടോ? ഹിന്ദുമതത്തിൽപ്പെട്ടവർ മുഴുവൻ ഇന്നത്തെ 80% പറയാറുണ്ടല്ലോ. ആ 80% ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു മതഗ്രന്ഥം ഹിന്ദുമതത്തിലില്ല. ഈ വേദങ്ങൾ മുതൽ ഇന്ന് വരെയുള്ള വിവേകാനന്ദ സാഹിത്യ സർവസ്വം വരെയുള്ളവരൊക്കെ ഹിന്ദുമത ഗ്രന്ഥങ്ങളാണ് എന്ന് പറയാം. അത്രയും അതുള്ളൂ. അങ്ങനെ ചിത്ത തീർച്ചയായും ഭഗവത്ഗീതയ്ക്ക് വലിയൊരു സ്ഥാനമുണ്ട്. പക്ഷേ അതും സർവസമ്മതം. ഭഗവത്ഗീതയെ എതിർക്കുന്നതിൽ ഹിന്ദുമതത്തിൽ ധാരാളം എതിർത്തിട്ടുണ്ട്. അപ്പോ അതുപോലെ ഒരു ആചാര അനുഷ്ഠാന കർമ്മം കുർബാന നടത്തുക എന്ന് ക്രിസ്തുമതമാക്കി നിസ്കരിക്കുക എന്നുള്ളത് ഒരു മത അനുഷ്ഠാന കർമ്മമായി ഇസ്ലാം മത അനുയായികൾ മുഴുവൻ അനുവർത്തിക്കുന്നതുമാതിരി ഒരു അനുഷ്ഠാന കർമ്മം ഹിന്ദുമതത്തിലെ എല്ലാവരും അനുഷ്ഠിക്കുന്നതായിട്ടില്ല. ജനിച്ചിരുന്ന മനസ്സിലായിട്ടാവല്ലോ, അമ്പലത്തിൽ പോയി ഈശ്വരനെ തൊഴുക എന്നുള്ളത് ഹിന്ദുക്കളെല്ലാം ചെയ്യുന്നൊരു കർമ്മമല്ല. അതിൽ ഇസ്ലാം മതവുമായിട്ടൊരു താരതമ്യം വേണമെങ്കിലാണ്. ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത് ഈശ്വരനാണ് എന്ന ഒരു സങ്കല്പം ഈ ബ്രഹ്മഭാരത്തിൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ ആദ്യം അർത്ഥത്തിൽ പറയുന്നുണ്ട് എങ്കിൽ പോലും ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത്, ഈ ലോകത്തെ മുഴുവൻ സംരക്ഷിക്കുന്ന, ഈ ലോകത്തെ മുഴുവൻ സംഭരിക്കുന്ന സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ ഒരേ ഒരു ദൈവം എന്ന അർത്ഥം വേണമെങ്കിൽ ബ്രഹ്മത്തിൽ ഒതുക്കാവുന്നതാണ്. ഏതാണ്ട് സൂത്രം യസ്മിൻ പയന്തി അധിസംവിശന്തി യാതൊന്നിലാണോ ഈ അവസാനത്തിലെ എല്ലാം ലഭിക്കുന്നത്, സംഭരിക്കപ്പെടുന്നത്, തദ്വിജിജ്ഞാസസ്വ അതിനെ അറിയുക, അതറിഞ്ഞ എന്തായി നഷ്ടം തദ്ബ്രഹ്മേതി. അപ്പോൾ ഈ ബ്രഹ്മ നിർവചനങ്ങളിൽ നിന്ന് പറ്റും ഇങ്ങനെ നിർവചിക്കാനാവുന്നല്ല ബ്രഹ്മം എന്ന് പറയുന്നത് വേറെ പ്രശ്നം. എങ്ങനെയൊക്കെ നിർവചിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം, സൃഷ്ടിക്ക് സംഹാരകർത്താവായ ഒരേ ഒരു ഈശ്വരൻ എന്ന സങ്കല്പം ഇത് ഇസ്ലാമിലെ അങ്ങനെയല്ല ക്രിസ്ത്യാനിറ്റിയിലെയും ഏകദൈവ വിശ്വാസവുമായി അടുത്ത ബന്ധം. പക്ഷെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവവും പ്രപഞ്ചവും, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് ദൈവമാണ് എങ്കിലും ഈ ദൈവം വേറെ സൃഷ്ടിയായ പ്രപഞ്ചം വേറെ എന്ന ദ്വൈത സങ്കല്പമാണ് ഇസ്ലാമിന്റെ. എന്നാൽ ഇതിൽ അദ്വൈത സങ്കല്പമാണ്. എന്താ അദ്വൈത സങ്കല്പം കൊണ്ട് ഉദ്ദേശിച്ചത്? ഈ ലോകത്തെ സൃഷ്ടിക്കുക മാത്രമല്ല, ഈ ചരാചരങ്ങളിൽ ഓരോന്നിലും ഈ ദൈവം ഉൾക്കൊള്ളും എന്നാണ്. എന്ന് പറയുന്നത് ഈ ദൈവവും പ്രപഞ്ചവും വേറെ അല്ല എന്നാണ്. ഇങ്ങനെ അദ്വൈതത്തിന്റെ ദൈവസങ്കല്പത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ബ്രഹ്മദർശനത്തിന് അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസം, നമ്മൾ ഇന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഏകദൈവ വിശ്വാസത്തിന് പ്രധാനം. അതുകൊണ്ട് എന്ത് വരുന്നു? സർവജ്ഞനും സർവശക്തനും സർവവ്യാപിയുമാണ് ഈശ്വരൻ എന്ന സങ്കല്പമാണ് അടിസ്ഥാനമായിരുന്നത്. പിൽക്കാലത്ത് ക്ഷേത്രങ്ങളൊക്കെ വന്നു, ബഹുദൈവ വിശ്വാസം വന്നു, വിഗ്രഹാരാധന വന്നു. ഇത് അംഗീകരിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങൾ പുറത്തു വന്നു. എന്നിട്ടും അദ്വൈത വേദാന്തികൾ, ദ്വൈത വേദാന്തികളിൽ മറ്റ് ബഹുദൈവ വിശ്വാസികളുണ്ട്, പക്ഷേ യഥാർത്ഥദ്വൈത വിശ്വാസത്തോട് യോജിച്ചു പോകുന്നില്ല. എങ്കിൽ പോലും അദ്വൈത വേദാന്തികൾ തന്നെ പ്രത്യക്ഷമായ ക്ഷേത്ര സങ്കല്പത്തെ, ബഹുദൈവ വിശ്വാസത്തെ അനാചാരമാണ്, അന്ധവിശ്വാസമാണ് എന്ന രീതി എതിർക്കുന്ന അദ്വൈത വേദാന്തികൾ ആദ്യ കാലത്തുണ്ടായി മാത്രമാണ്. ഉദാഹരണം വാഗ്ഭടാനന്ദ ഗുരുദേവൻ, നമ്മളെ മുഖ്യത്തിൽ തലശ്ശേരിക്കടുത്താണെങ്കിലും കോഴിക്കോട് കേന്ദ്രമാക്കി പ്രവർത്തിച്ച വളരെ ശ്രീനാരായണ ഗുരുവിന്റെ കാലത്താണ്. ശ്രീനാരായണ ഗുരുവായിട്ടൊക്കെ ഈ വിഗ്രഹാരാധനയുടെ കാര്യത്തിൽ തർക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹിന്ദുക്കൾ മുഴുവനിൽ അംഗീകരിക്കുന്നില്ലെങ്കിലും ഹിന്ദുക്കളിലെ ശക്തമായ ഒരു വിഭാഗം ക്ഷേത്ര സംസ്കാരത്തിന് എതിരാണ്, അല്ലെങ്കിൽ അതിന് ഉദാസീനമാണ്. തത്വമസി എന്ന പ്രസിദ്ധമായ വാക്യം ആ അധ്യായത്തിലുണ്ട്. പക്ഷേ ശങ്കരാചാര്യരുടെയും മറ്റ് ഹൈന്ദവ ആചാര്യന്മാരുടെയും വ്യാഖ്യാനങ്ങൾ മാറ്റി നിർത്തി ആ ഭാഗം മാത്രം, അതേ വൈദിക സംസ്കൃതത്തിലാണ് എഴുതിയിട്ടുള്ളത്, ആ ഭാഗം മാത്രം വായിക്കുകയാണെങ്കിൽ
അങ്ങേയറ്റം ഭൗതികവാദപരമായ ഒരു അധ്യായമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഉദാലയൻ എന്ന പേരിലുള്ള ആചാര്യൻ അദ്ദേഹത്തിന്റെ മകനായ ശ്വേതകേതുവിനെ അന്നത്തെ സങ്കല്പ വിദ്യാഭ്യാസ സങ്കല്പം അനുസരിച്ച് വേദാധ്യയനം നടത്താൻ 10-12 കൊല്ലക്കാലം ഞാൻ ഈ പറഞ്ഞ 4 വേദങ്ങളും ശാസ്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ പഠിച്ച് വലിയ അഹങ്കാരിയായിട്ട് അദ്ദേഹം തിരിച്ചു വന്നു. അഹങ്കാരിച്ചാൽ വലിയ പഠിപ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു വന്നപ്പോൾ അച്ഛൻ ചോദിച്ചു, മോനെ നീ പഠിക്കേണ്ടതെല്ലാം പഠിച്ചുവോ? അതിനുവേണ്ടിയാണ് എന്നെ വിട്ടിട്ടുള്ളത്. പഠിച്ചുവോ? അതായത് യാതൊന്ന് പഠിച്ചാൽ മറ്റൊന്നും പഠിക്കേണ്ടതില്ലയോ, യാതൊന്നിനെ പറ്റി വിചാരിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നിനെ പറ്റി വിചാരിക്കേണ്ടതില്ലയോ, ചുരുക്കത്തിലും ഏത് പഠിച്ചാൽ മറ്റൊന്നും എല്ലാം പഠിച്ചതുപോലെ ആയോ, അത് നീ പഠിച്ചുവോ? ഗ്രന്ഥത്തിന്റെ മൂലതത്വം നീ മനസ്സിലാക്കിയോളാം. ഈ മൂലതത്വം പഠിപ്പിക്കുന്നതായിട്ടാണ് അധ്യായത്തിന്റെ അവകാശമാണ്. അനവധി ഉദാഹരണങ്ങളിലൂടെ ഉദാഹരണം മാത്രമേ ഞാൻ പോകുന്നതിന് എനിക്കൊരു ജോലിയുണ്ട്. പിന്നെ ചികിത്സാൻ കഴിയുന്ന ഒരു പടവൃക്ഷത്തിന്റെ ഈ ആൽമരത്തിന്റെ ചുവട്ടിലാണ് വിദ്യാഭ്യാസം. അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് അന്നത്തെ വിദ്യാഭ്യാസമൊക്കെ. പഴമില്ലേ, ആ പഴം എടുത്തു. ഈ വലിയ ആല് എതിൽ നിന്നുണ്ടായി, വിത്തുന്നുണ്ടായി. ആ വിത്തെടുക്കൂ, പഴം എടുത്തു. ആ പഴം പൊട്ടിക്കൂ, പൊട്ടിച്ചപ്പോ ചെറിയ കുരുക്കുണ്ട്. ആ കുരുപൊട്ടിക്കൂ, പിന്നെയും പൊട്ടിക്കൂ, പിന്നെയും നോക്കൂ. അതൊക്കെ ചെറുതിൽ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. ഒന്നും കാണാനില്ലെങ്കിൽ എന്തോ ഉണ്ട് നടത്താണല്ലോ, കാണുന്നില്ലാതെ മാത്രമേ. അതിൽ നിന്നാണ് ഈ വലിയ പടവൃക്ഷം ഉണ്ടായത്. അതുകൊണ്ട് ആത്മാവ് ബ്രഹ്മത്തിന് പറയാം. ആ അധ്യായത്തിന്റെങ്കിലും ബ്രഹ്മം ഉദ്ദേശിച്ചെന്ന് പറയാം. അപ്പോ അണുവിനണുവിൽ അണോരണിയാൻ മഹബോഹീയാൻ എന്നൊക്കെയാണ് വേണം. സൂക്ഷ്മത്തിൽ സൂക്ഷ്മവും സ്ഥൂലത്തിൽ സ്ഥൂലവും ഒക്കെ വിവരിക്കുന്നുണ്ട്. അപ്പൊ അത്യന്തം സൂക്ഷ്മമായ ഒന്നിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയും വിപുലമായ ഒന്നുണ്ടായത്? അതിന്റെ ആൽമരം ഉണ്ടായതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരും, ഒരു ഉപ്പുകട്ട കൊണ്ടുവരും, ഉപ്പുകട്ട കൊണ്ടുവരും. ആ ഉപ്പിൽ കലക്കും, കലക്കും. പിറ്റേന്ന് എടുത്തുകൊണ്ടാണ്. അതെ, കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ എടുത്തുകൊണ്ടാണ്. ഉപ്പെവിടെ? ഉപ്പില്ല, കട്ടയിപ്പില്ല. ഇതെവിടെ ഉണ്ടോ? ഉപ്പുണ്ടോ? നേരെ നിന്ന് ചോദിച്ചു നോക്കൂ, മധ്യത്തിൽ നിന്ന് ചോദിച്ചു നോക്കൂ, അടിയിൽ നിന്ന് ചോദിച്ചു നോക്കൂ. അപ്പൊ ഉപ്പിന്റെ തിരിച്ചു. ഇതുപോലെ ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മം ഈ ലോകത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മൾ കാണുന്നില്ലായിരുന്നു മാത്രമേ ഉള്ളൂ എന്നൊക്കെ അർത്ഥം പറയാം. ഇങ്ങനെ 8-9 ഉദാഹരണം പറഞ്ഞാൽ എഡ്യൂക്കേഷൻ എങ്ങനെ ആയിരിക്കണം, വിദ്യാഭ്യാസം എങ്ങനെ ആയിരിക്കണം, ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് ജയിച്ചു പറയാറില്ലേ? ഇതുപോലുള്ള പഠിപ്പിക്കലാണ് ഏതാണ്ട് 2500 കൊല്ലം മുമ്പുണ്ടായ ഉപനിഷത്തുകളിലെ ആ അച്ഛൻ മകനെ പഠിപ്പിക്കുന്ന രീതി. ഒരനുഷ്ഠാന കർമ്മം നടത്തിയാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം ആ കർമ്മത്തിൽ നിന്ന് സ്വയമേവ ഉണ്ടാവും. വേറൊരു ഏജന്റ് ഈ കർമ്മഫലം കൊടുക്കാൻ ആവശ്യമില്ല. അപ്പൊ പുത്രകാമേഷ്ടി എന്ന യാഗം, ചെറിയ തരത്തിലുള്ള യാഗത്തിനാണ് ഇഷ്ടിന്ന് പറയാം. പുത്രകാമേഷ്ടി എന്ന യാഗം ചേർത്താൽ ആ പുത്രകാമേഷ്ടി എന്ന യാഗത്തിന്റെ ശക്തി കൊണ്ട് തന്നെ പുത്രനുണ്ടായിക്കൊള്ളും. അതിന് വേറെ ഒരു ഈശ്വരൻ മുതലായ ഏജന്റിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ കർമ്മത്തിന്റെ ഫലത്തെ കുറിച്ചുള്ള ശക്തി ആ കർമ്മത്തിൽ തന്നെ ഉണ്ട് എന്ന തത്വമാണ് യജ്ഞത്തിന്റെ അടിസ്ഥാന തത്വം. നമ്മളൊരു കർമ്മം ചെയ്താൽ അതിന് ഫലം തരാൻ ഈശ്വരന്റെ ആവശ്യമില്ല. ഈശ്വരനെ അംഗീകരിച്ചാൽ ഇതിന്റെ ആവശ്യമില്ലല്ലോ. അതാണ് ഭക്തിയുടെ പറ്റത്ത് വരുന്നത്. ഭക്തിയുടെ പറ്റും. ഭക്തിയുടെ തത്വം എന്താ? നമ്മൾ എന്താ ആഗ്രഹിക്കുന്നു അത് ഈശ്വരൻ തരും എന്നുള്ളതാണ്. യജ്ഞകർമ്മത്തിന്റെ തത്വത്തിൽ ഇല്ല. അതുകൊണ്ടാണ് ഈശ്വരവാദം യജ്ഞത്തിന്റെ തത്വമാണ് എന്ന് പറയാൻ കാരണം. ഈശ്വര വിശ്വാസവുമായി ബന്ധപ്പെടുത്തിയാണ് യജ്ഞം നടക്കുന്നത്. അത് ഇക്കാലത്ത് വന്ന ഒരു മാറ്റം എന്ന് പറയും. ഈ ക്ഷേത്ര സംസ്കാരം വന്നതോടുകൂടി പഴയ വൈദിക മതത്തിന് മാറ്റം വന്നതുമാക്കി ആ വൈദിക മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ യജ്ഞത്തിനും മാറ്റം വന്നു. ഇപ്പോഴും യജ്ഞം നടക്കുമ്പോൾ ദക്ഷിണാമൂർത്തി ഇപ്പോഴും മാത്രമല്ല, മധ്യകാലത്ത് യജ്ഞം നടക്കുന്ന അവസരത്തിൽ ഇപ്പൊ നമ്മുടെ ശുഭപുരം ആ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ പിന്നെ നമസ്കരിച്ചിട്ട് മാത്രമേ യജ്ഞം തുടങ്ങുള്ളൂ. ഇത് പിന്നീട് ആഗമം എന്നൊക്കെ പറയുന്ന ഇക്കാലത്ത് പുരാണങ്ങൾ, ആഗമങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ വന്നിട്ടുള്ളതാണ് ഇതിന്റെ ചരിത്രം. ക്ഷേത്ര തരത്തിലാണ് ധാരാളം. അപ്പൊ 3 തരത്തിലുള്ള സങ്കല്പം
ഹിന്ദുമതത്തിൽ ദൈവവുമായി ബന്ധപ്പെട്ട് പറയാം. ഒന്ന് ഏകദൈവ വിശ്വാസം, മറ്റൊന്ന് ബഹുദൈവ വിശ്വാസം, കേന്ദ്രിതമായ ബഹുദൈവ വിശ്വാസം, മറ്റൊന്ന് നിശ്ചയം. പണ്ട് മുതലേയുള്ള സാധാരണ ലോകായതന്മാർ മുതലായവർ ഹൈന്ദവ ദർശനങ്ങളിൽ പ്രസിദ്ധമായ ദർശനങ്ങളിലെ ബഹുഭൂരിപക്ഷം ഈശ്വരവാദപരമായ ദർശനങ്ങളായിരുന്നു, ഭൗതികവാദപരമായ ദർശനങ്ങളായിരുന്നു. അത് പ്രത്യേക വിഷയമായതുകൊണ്ട് ഞാൻ ഉപദേശിക്കുന്നില്ല. സാംഖ്യം, വൈശേഷികം, ന്യായം, അദ്വൈത വേദാന്തം എടുത്ത് നോക്കിയാൽ അതും ക്ഷേത്രസങ്കല്പത്തിന് വിരുദ്ധമായിട്ട് വരും, അല്ലെ വിരുദ്ധമല്ല, ക്ഷേത്രങ്ങൾക്ക് താല്പര്യമില്ലാത്തതായിട്ട് വരും. ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് സാധാരണ നിലക്കുള്ളൊരു മതസങ്കല്പം ഹിന്ദുമതവുമായിട്ട് ഒത്തുപോവുകയില്ല. പ്രത്യേകിച്ച് പാശ്ചാത്യ അല്ലെങ്കിൽ സെമിറ്റിക് ഒക്കെ ആയിട്ടുള്ള മതസങ്കല്പം ഹിന്ദുമതവുമായിട്ട് ഒത്തുപോവുകയില്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഹിന്ദുമതമല്ല, ഇന്ത്യൻ മതങ്ങളുമായിട്ട് ഒത്തുപോകുന്നില്ല. ഇത്രയും സാമാന്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കുറെ അഭിപ്രായം. കാരണം ഇങ്ങനെയൊക്കെയാണ് സ്ഥിതിയെങ്കിൽ ആർക്കും അതാവാളുടെ വിശ്വാസം. അടുത്തതായി നിങ്ങളോട് സംസാരിക്കാൻ നമ്മളുടെ പ്രിയപ്പെട്ട EA ജബ്ബാർ സാഹിബ് സാർ, അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കാം. അധ്യക്ഷൻ സദസ്സിൽ ബഹുമാനപ്പെട്ട മുൻതിരുമാട്ട് പ്രസംഗിച്ച് തുടങ്ങിയപ്പോൾ പറഞ്ഞ ഒരു കാര്യത്തോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാമെന്ന് വിചാരിക്കും. ഒന്ന്, ഇതുപോലെ ഒരു അറബിക് കോളേജിന്റെ വാസ്തവത്തിൽ ദൈവവിശ്വാസം പോലെയുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയത്തെ വിവിധ കോണുകളിൽ നിന്ന് അവതരിപ്പിച്ച് കേൾക്കാനുള്ള ഒരു നല്ല മനസ്സ്, വിശാലമായൊരു മനസ്സ് ഇതിന്റെ സംഘാടകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവരും കാണിക്കുന്നു എന്നത് വളരെ വളരെ സ്വാഗതാർഹമായ, അഭിനന്ദനാർഹമായ ഒരു സംഗതിയാണെന്ന് ആദ്യമേ സൂചിപ്പിക്കുന്നു. മുൻതിരുമായിട്ട് അത് സൂചിപ്പിക്കേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ കേരളീയ ഭാരതീയ സാമൂഹ്യ സാഹചര്യത്തിൽ മനുഷ്യർ തമ്മിൽ പരസ്പരം അടുക്കുന്നതിനും ആശയങ്ങളെ പരസ്പരം വിനിമയം ചെയ്യുന്നതിനും സ്വന്തം ചിന്തയെ ഉത്തേജിപ്പിക്കുന്നതിനും മനസ്സിനെ വികസിപ്പിക്കുന്നതിനുമൊക്കെ ഇത്തരത്തിലുള്ള സംവാദങ്ങൾ വളരെയേറെ പ്രയോജനം. ഞാൻ ഇവിടെ നിൽക്കുന്നത് നിരീശ്വരവാദത്തിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് ക്ഷണിക്കപ്പെട്ടത് കൊണ്ടാണ്. എന്നോട് ആദ്യമായി ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ച ആളുകൾ ഫോണിൽ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ വിഷയം, ദൈവമില്ല എന്നതിന്റെ തെളിവുകളാണ് നിങ്ങൾ പറയേണ്ടത്. നോട്ടീസിൽ ദൈവവിശ്വാസം ഭൗതിക വീക്ഷണത്തിൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഭൗതിക വീക്ഷണത്തിൽ ദൈവവിശ്വാസം ഇല്ല. അപ്പൊ ആ വിഷയത്തിൽ തന്നെ ഒരു വൈരുദ്ധ്യം ഉള്ളതായിട്ട് തോന്നുന്നു. ഏതായാലും എനിക്ക് സമയം, ഞാൻ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങളോട് പറയണമെങ്കിൽ എനിക്ക് ചുരുങ്ങിയത് 1.5 മണിക്കൂറെങ്കിലും വേണം. 1 മണിക്കൂറാണ് എനിക്ക് അനുവദിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ അല്പം കൂടി ചുരുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ചെറിയ പ്രതിസന്ധി എന്റെ മുമ്പിൽ. എനിക്ക് മുമ്പ് 2 ക്ലാസ്സുകളിലെ 2 പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഫാദർ അദ്ദേഹത്തിന്റെ സ്വന്തം ഫിലോസഫി എന്ന നിലക്കാണ് ബൈബിളിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അവതരിപ്പിച്ചത്. മുൻതിരുമാട്ട് ഒരു ഹിന്ദു മതത്തിന്റെ പ്രതിനിധി എന്ന നിലക്കല്ല, ഒരു ഭൗതികവാദിയുടെ വീക്ഷണം തന്നെയാണ് മുൻതിരുമാട്ട് അവതരിപ്പിച്ചത്. അതുകൊണ്ട് മുൻതിരുമാട്ട് എന്റെ പോർഷൻ കുറച്ച് കവർ ചെയ്തുകൊണ്ട് എനിക്ക് അല്പം ആശ്വാസമുണ്ട്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇന്നത്തെ ഭൗതിക തത്വചിന്തകര് ദൈവവിശ്വാസത്തെ അനുസരിച്ച് മനുഷ്യരെ 4 പ്രധാന വിഭാഗങ്ങളായിട്ട് വേർതിരിച്ചു. റിച്ചാർഡ് ഡോക്കിൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ന് അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഏറ്റവും അധികം ബെസ്റ്റ് സെല്ലറായി വിറ്റുകൊണ്ടിരിക്കുന്നത് ഡോക്കിൻസ് എന്ന് പറയുന്ന ഈശ്വരവാദിയുടെ പുസ്തകങ്ങളാണ്. അദ്ദേഹം ഒരു ജിനോം ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണ് പുതിയ കുറെ തിസിസ് ഒക്കെ അവതരിപ്പിച്ചത്. അദ്ദേഹം അടക്കം ഇങ്ങനെ മനുഷ്യരെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ 4 വിഭാഗമായിട്ട് 4 കാറ്റഗറി ആയിട്ട് തിരിച്ചു. അതിലൊന്ന് തീയിസ്റ്റ്.
2 ഡെയ്സ്റ്റ്, 3 പാൻതീസ്റ്റ്, 4 എത്തീസ്റ്റ്. ഞാൻ അതിന്റെ അല്പം വിശദീകരിക്കാം. ഒന്നാമത്തെ കാറ്റഗറി തീസ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രപഞ്ചം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടുകയും ചെയ്യുന്ന സെമിറ്റിക് ദൈവങ്ങളെ പോലെയുള്ള ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരെയാണ് തീസ്റ്റുകൾ എന്ന് പറയുന്നത്. അതായത് ഇസ്ലാം, അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഇസ്ലാം. അള്ളാഹു എന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിം തീസ്റ്റാണ്. ഒരു മുസ്ലിമിന് ആ തീസ്റ്റിന്റെ ആ ഒരു വൃത്തത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ വളരെ പ്രയാസം. ക്രിസ്ത്യാനിക്കും പ്രയാസമാണ്. പക്ഷെ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട സ്നേഹദാസ് തീസ്റ്റിന്റെ ലെവലിൽ നിന്നും ഒരുപാട് അപ്പുറത്ത് പോയിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അത് ഡെയ്സ്റ്റ്. രണ്ടാമത്തെ വിഭാഗം ഡെയ്സ്റ്റ്. ഈ ഡെയ്സ്റ്റ് വിഭാഗം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഉണ്ടാക്കിയത് ദൈവമാണ്, പ്രപഞ്ചത്തിന്റെ ചാലനത്തിന് ആവശ്യമായ പ്രകൃതി നിയമങ്ങൾ ഉണ്ടാക്കിയതും ദൈവമാണ്, പിന്നെ ദൈവത്തിന് ഇതിൽ ഇടപെടലുണ്ട്. പ്രപഞ്ചം ഇന്ന് പ്രകൃതി നിയമം അനുസരിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഇതിലൊന്നും ഇപ്പോ നേരിട്ട് ഇടപെടുന്നില്ല. മനുഷ്യന്റെ ജീവിതത്തിലൊന്നും ദൈവം ഇടപെടുന്നില്ല. മനുഷ്യന്റെ ആരാധനയ്ക്ക് വേണ്ടിയിട്ടൊന്നും ദൈവം പരക്കം പായുന്നില്ല. ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചു, പ്രകൃതി നിയമങ്ങൾ സൃഷ്ടിച്ചു എന്ന് മാത്രം വിശ്വസിക്കുന്നവരാണ് ഡെയ്സ്റ്റ്. ഇന്ന് ഡെയ്സ്റ്റ് വിഭാഗത്തിൽ നിന്നും ലോകത്ത് കുറെ കൂടി ബുദ്ധിപരമായും അറിവിന്റെ തലത്തിൽ ഉയർന്ന ആളുകൾ ഈ ഡെയ്സ്റ്റ് വിഭാഗത്തിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ പാൻതിസ്റ്റുകൾ. പാൻതിസ്റ്റുകൾ നേരത്തെ ഉലിസിനുമായിട്ട് ഇവിടെ അവതരിപ്പിച്ച അഹം ബ്രഹ്മാസ്മി, തത്വമസി തുടങ്ങിയിട്ടുള്ള അദ്വൈതവാദികൾ. പ്രപഞ്ചവും ദൈവവും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന, എന്ന് കരുതുന്നവരെയാണ് പാൻതീസ്റ്റുകൾ എന്ന് പറയുന്നത്. പാൻതീസ്റ്റുകളും എത്തീസ്റ്റുകളും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അവസാനത്തെ വിഭാഗം എത്തീസ്റ്റ് ആണ്. ദൈവത്തെ നിഷേധിക്കുന്നവർ, ഇല്ല എന്ന് തീർത്ത് പറയുന്നവരാണ് എത്തീസ്റ്റ്. അപ്പൊ ഒരു സംശയം, ഞാൻ അതിൽ ഏതിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഞാൻ അവിടെ ചെറിയ ആശയക്കുഴപ്പം. എന്നോട് ഒരാൾ വന്നിട്ട് ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം ഈ ചോദിക്കുന്ന ആള് ഇതിൽ ഏത് വിഭാഗക്കാരനാണ് എന്ന് പരിശോധിച്ചതിന് ശേഷം ഉത്തരം പറയാം. ഞാൻ 3 ഉത്തരം പറയാറുണ്ട്. ഉണ്ട് എന്ന് പറയാറുണ്ട്, ഇല്ല എന്ന് പറയാറുണ്ട്, ഉണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല എന്ന് പറയാറുണ്ട്. അതിന് കാരണം ദൈവം ഈ 3 കാറ്റഗറിയിലുള്ളത് കൊണ്ടാണ്. തീസ്റ്റ് ആയിട്ടുള്ള ഒരു മുസ്ലിമാണ് ചോദിക്കുന്നത്. ഒരു മുസ്ലിം ഫണ്ടമെന്റൽ വിശ്വാസിയാണ് എന്നോട് ചോദിക്കുന്നതെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. എന്നാൽ ഇപ്പൊ ഫാദർ ഇവിടെ പറഞ്ഞതാണ് ദൈവമെങ്കിൽ എങ്ങനെ ഇല്ല എന്ന് പറയാം. സ്നേഹമാണ് ദൈവമെങ്കിൽ എനിക്കതില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം സ്നേഹം ഞാൻ അനുഭവിക്കുന്നത്. സത്യമാണ് ദൈവം എന്ന് പറയുന്നവരുണ്ട്, പ്രപഞ്ച ചൈതന്യമാണ് ദൈവം എന്ന് പറയുന്നത്, ഈ പരിണാമത്തിന്റെ ചാലകശക്തിയാണ് ദൈവം എന്ന് പറയുന്നുണ്ട്, നന്മയാണ് ദൈവം എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള അമൂർത്തമായ നിർവചനങ്ങളാണ് ദൈവത്തിന് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഞാൻ ദൈവമില്ല എന്നൊന്നും പറയാൻ തയ്യാറല്ല. ദൈവം ഉണ്ട് തന്നെയാണ് ചില ദൈവങ്ങളുടെ കാര്യത്തിൽ ഞാൻ പറയും. കാരണം സത്യമാണ് ദൈവമെങ്കിൽ ആ ദൈവം ഉണ്ടെന്ന് മാത്രമല്ല ഞാൻ അന്വേഷിക്കുന്ന ഒരു തീർത്ഥാടകനാണ് ഞാൻ. അതുകൊണ്ട് സത്യമാണ് ദൈവമെങ്കിൽ ഞാൻ ദൈവത്തെ ഉപാസിക്കുന്നവരുടെ ഒന്നാമത്തെ സ്വപ്പിൽ ഞാൻ. അതാണ് ദൈവത്തെ കുറിച്ചാണ്. മൂന്നാമത്തെ വിഭാഗം പാൻതീസ്റ്റുകൾ എന്ന് പറയുന്നത് പ്രപഞ്ചവും ദൈവവും രണ്ടല്ല, അത് നീ തന്നെയാണ്. അതാണ് തത്വമസി. അഹം ബ്രഹ്മാസ്മി, അത് ഞാൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ ദൈവം ഞാനും ദൈവമാണ്, നിങ്ങളും ദൈവമാണ്. കാരണം ഈ പ്രകൃതിയിലെ, ഈ പ്രപഞ്ചത്തിലെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഒരു ജീവി എന്ന നിലക്ക് എനിക്ക് പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനും ദൈവമാണ് എന്നിടത്ത് ഞാനും നിൽക്കും. പക്ഷെ അതിന് ദൈവം എന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ ചർച്ച. എത്തീസ്റ്റുകൾ പറയുന്നത് ദൈവം ഇല്ല. ഞാന് പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു എത്തീസ്റ്റ് അല്ല. ഞാൻ എവിടെയും ദൈവം ഇല്ല എന്ന് പറയാറില്ല. എല്ലാ ദൈവങ്ങളെയും അടച്ചില്ല എന്ന് പറയാറില്ല. പക്ഷെ ചില ദൈവങ്ങളെ ഇല്ല എന്ന് പറയാറില്ല. ഞാൻ ഇല്ല എന്ന് പറയുന്ന ദൈവം ഏതാണ് എന്നാണ് ഞാൻ ഇനി വിശദീകരിക്കാൻ പോകുന്നത്. ഞാനിത് പറയുമ്പോ ഒരഭ്യർത്ഥനയുണ്ട്. എന്റെ അഭിപ്രായങ്ങൾ ഈ സദസ്സിന് ഒരു പാൽപ്പായസത്തിന്റെയോ ഐസ്ക്രീമിന്റെയോ അനുഭവം ചിലപ്പോ ഉണ്ടാക്കിയെന്ന് വരില്ല.
കാരണം എനിക്കറിയാം എന്റെ മുമ്പിൽ ഇരിക്കുന്ന 90% ആളുകളും വളരെ കൃത്യമായി ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് എന്റെ പ്രസംഗം നിങ്ങൾക്ക് അല്പം കയ്പുള്ള ഒരു കഷായത്തിന്റെ അനുഭവം ഉണ്ടായേക്കാം. ഐസ്ക്രീം തിന്നാൻ സുഖമാണ്, പക്ഷെ അത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. കഷായം കുടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, പക്ഷെ അത് രോഗം മാറ്റുന്ന ഔഷധം. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ അല്പം കയ്പുള്ളതാണെങ്കിലും നിങ്ങളത് കുടിക്കാൻ ശ്രമിക്കണം. സാധാരണ കൊച്ചു കുട്ടികൾക്ക് നമ്മൾ കഷായം കൊടുത്താൽ കുട്ടികൾ കുടിക്കില്ല, തുപ്പും. ചിലപ്പോ കഷായം കൊണ്ടിരുന്ന അമ്മാനെ ചവിട്ടും. നമ്മുടെ സമൂഹം അതേ സ്റ്റേജിലാണ് ഉള്ളത്. ചില സമൂഹം തീരെ പക്വത വന്നിട്ടില്ലാത്ത ഒരു സമൂഹമാണെങ്കിൽ ചിലപ്പോ എന്റെ കഷായം പോലുള്ള സാധനങ്ങൾ വന്നാൽ അസഹിഷ്ണുത കാണിക്കുകയും ചിലപ്പോൾ തുപ്പുകയും ചവിട്ടുകയും. പക്ഷെ കുറച്ചുകൂടെ പക്വത വന്ന ഒരാളാണെങ്കിൽ, ഒരു 15-16 വയസ്സായ കുട്ടിയാണെങ്കിൽ, മോനെ നിനക്ക് എന്റെ രോഗമുണ്ട് അതുകൊണ്ട് ഇത് കുടിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടിട്ടാണെങ്കിലും അത് കുടിക്കും. എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ ഒരു പക്വത വന്ന ഒരു ഒരു പക്വത വന്ന സമൂഹമാണ് എന്ന ധാരണയിലാണ് ഞാൻ ഈ ആമുഖം പറയുന്നത്. യുക്തിവാദികളോടും ഭൗതികവാദികളോടും ദൈവത്തെക്കുറിച്ച് തർക്കിക്കാൻ വരുന്ന ആളുകൾ സാധാരണ ചെയ്യുന്ന ഒരു പണി എന്താണെന്ന് വെച്ചാൽ എല്ലാ ന്യൂനതകളും തേച്ച് മിനുക്കി പോളിഷ് ചെയ്ത് നല്ല ഭംഗിയുള്ള ഒരു ദൈവത്തിനെയും കൊണ്ടാണ് വലിയ തർക്കിക്കാൻ. പക്ഷെ അവന്റെ മനസ്സിലുള്ള ദൈവം അങ്ങനെയൊന്നും ആയിക്കോളാം. അപ്പൊ നമ്മൾ നല്ലൊരു സ്റ്റാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നല്ല പ്ലേറ്റ്, വൃത്തിയുള്ള പ്ലേറ്റ്, വൃത്തിയുള്ള മേശ, വൃത്തിയുള്ള ഭക്ഷണം വളരെ സംതൃപ്തിയോടെ നമ്മൾ കഴിച്ചു പോകും. പക്ഷെ ആ ഹോട്ടലിന്റെ അടുക്കളയിൽ ഒരിക്കലെങ്കിലും നമ്മൾ പാടി നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഹോട്ടലിൽ നമ്മൾ പിന്നെ തീർന്നു. അതേമാതിരിയാണ് ഇപ്പൊ ഫാദർ ഇവിടെ നല്ലൊരു ദൈവത്തെ അവതരിപ്പിച്ചു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഫാദറിന്റെ ദൈവത്തെ ഞാൻ അപ്പൊ തന്നെ സ്വാംശീകരിച്ചിരിക്കുകയാണ്, സ്നേഹമാണ്. പക്ഷെ ബൈബിളില് അങ്ങനെ മാത്രമൊന്നുമല്ല. ബൈബിളില് പഴയ നിയമം കൂടെ ബൈബിളിന്റെ കൂടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ അത് ഞാൻ അവിടുത്തെ കടച്ചു നിൽക്കും. മാത്രമല്ല, മതത്തിന്റെ ആളുകൾ ഇപ്പൊ പുതിയൊരു തന്ത്രം കൂടെ വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞ ആദ്യത്തെ തീസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും സംവാദങ്ങളിലൊക്കെ വരുമ്പോ അല്ലെങ്കിൽ മറ്റു മതങ്ങളെ തങ്ങളുടെ മതം പരിചയപ്പെടുത്താൻ വരുമ്പോ മെല്ലെ ഡേറ്റിലേക്കും പാൻഡീസിലേക്കും മാറും. പക്ഷേ ഇവർ കൊണ്ടു നടക്കുന്ന ആരാധിക്കുന്ന ദൈവം മറ്റേ ദൈവം തന്നെയാണ്, പഴയ ദൈവം തന്നെയാണ്. മറ്റു മതക്കാരെ കുറ്റപ്പെടുത്തുമ്പോ അല്ലെങ്കിൽ മറ്റു മതക്കാരന്റെ വിശ്വാസങ്ങളെ തലനാരിയുടെ കീഴിൽ പരിശോധിക്കുമ്പോ യുക്തിബോധം കൊണ്ടാണ് പല മത നേതാക്കന്മാരും ആക്രമിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ നാട്ടിൽ പണ്ട് ചെറുപ്പത്തിലൊരു വയലു കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ വയലിന്റെ പരമ്പര നടക്കണം. ഒരു സുന്നി മുസ്ലിയാർ കുറെ ദിവസം വയലു നടക്കണം. ആ കാലത്ത് കേരളത്തിലൊരു പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ വിഗ്രഹ മോഷണം നടന്നൊരു സമയം ദൈവത്തിനെ കട്ടുകൊണ്ട് പോകും. ഈ അവസരം മുതലാക്കിയിട്ട് നമ്മളെ മുസ്ലിയാർ ഇങ്ങനെ വയസ്സ് പറയാണ്, ഹിന്ദുക്കളെ ദൈവത്തിനെ ഇങ്ങനെ കുറ്റം പറയാണ്. മുസ്ലിയാർ നീട്ടി ഇങ്ങനെ പറയാണ്, സ്വന്തം ശരീരം കട്ടുകടത്തിക്കൊണ്ട് പോകുമ്പോൾ പോലും ഒന്നും നിലവിളിക്കാൻ കഴിയാത്ത ഒരു ബിംബത്തെ ആരാധിക്കുന്നതിന് വിഡിത്തം സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരു ഈച്ച വന്ന് തലയിൽ നിന്നാൽ അതിൽ നിന്ന് കൈവീശി ആട്ടാൻ പോലും കഴിയാത്ത ബിംബങ്ങൾ ഇങ്ങനെ വഴുതു പറഞ്ഞു. നല്ല യുക്തിവാദം. പിറ്റേ ദിവസം അതേ മുസ്ലിയാർക്ക് വിഷയം വേറെയായിരുന്നു. അതേ മുസ്ലിയാർ പിറ്റേ ദിവസം ആയിരുന്നു ഞാൻ കേൾക്കാൻ പോകും. പിറ്റേ ദിവസം പറയുന്നത് പ്രവാചകന്മാരുടെ കറാമത്തുകളെ കുറിച്ചാണ്. അങ്ങനെ അദ്ദേഹം പറയാണ്, നമ്മുടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നടന്നു പോകുമ്പോൾ അതാ കല്ലുകളും മരങ്ങളും അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ് എന്നുറക്കെ വിളിച്ചു പറയുന്നു. പിന്നെ മൂസാ നബിയുടെ ഗ്രാമത്തും കൂട്ടത്തിൽ പറയുന്നതാണ്. മൂസാ നബി അലൈഹി സ്വലാം ഒരു കുളത്തിലേക്ക് കുളിക്കാൻ ഇറങ്ങുന്നു. അദ്ദേഹത്തിന്റെ തുണി ഒരു കല്ലിന്റെ മുകളിൽ അയച്ചു വെച്ചിട്ട് അപ്പോൾ അതാ കല്ല് തുണിയും കൊണ്ടോടുന്നു. മൂസാ നബി കുളത്തിൽ നിന്ന് കയറി കല്ലേ എന്റെ തുണി എന്ന് പറഞ്ഞിട്ടുണ്ട് കല്ലിന്റെ പിന്നാലെ ഓടുന്നു. രണ്ടാമത്തെ കറാമത്ത്. അതിന്റെ കഥ ബുഖാരിയിലുണ്ട്. മൂസാ നബിക്ക് എന്തോ രഹസ്യ രോഗമുണ്ട്, അദ്ദേഹത്തിന് ഈ കരുവീക്കം എന്ന് പറയുന്ന രോഗമുണ്ട് എന്ന് അന്ന് എതിരാളികൾ പറഞ്ഞു പരത്തിയിരുന്നു എന്നും അത് ആ തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടിയിട്ടാണ് മൂസാ നബി കുളിക്കുമ്പോ കല്ല് തുണിയും കൊണ്ട് ഓടിയതെന്നും. അപ്പൊ മൂസാ നബി പ്രവാചകനും തുണിയില്ലാതെ കല്ലിന്റെ പിന്നാലെ ഓടുന്നത് കണ്ടപ്പോൾ ആളുകൾക്ക് മനസ്സിലായി അദ്ദേഹത്തിന് രോഗമൊന്നും ഇല്ലാന്ന്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കല്ല് ഈ പണി. ഇത് ബുഖാരിയിൽ ഈ കഥ പറയുന്നത്.
ഞാനിത് പറയാൻ കാരണമല്ല, മുസ്ലിയാർ തലേ ദിവസം ഹിന്ദുവിന്റെ ദൈവത്തിന് ഈശ്വരനാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ കണ്ണില്ല, മൂക്കില്ല, അല്ലെങ്കിൽ ബുദ്ധിയില്ല, അങ്ങനത്തെ ബിംബം എന്ന് പറഞ്ഞ് യുക്തിവാദം പറഞ്ഞ മുസ്ലിയാർക്ക് മുഹമ്മദിലേക്ക് നടന്നു വരുമ്പോൾ ഒരു കല്ല് അസ്സലാമു കഴിയുമ്പോൾ യാ റസൂലുള്ളാ നീട്ടി പറഞ്ഞു എന്ന് പറയുമ്പോൾ യുക്തിബോധം. കല്ലിന് സലാം പറയാൻ കഴിയും. കല്ലിന് നബിയാണ് വരുന്നത് തിരിച്ചറിയണമെങ്കിൽ കല്ലിന് ബുദ്ധി വേണം, കണ്ണ് വേണം, പറയണമെങ്കിൽ തൊള്ള വേണം. അതൊന്നും കല്ലിന്. മറ്റേ നബീന്റെ തുണിയും പറിച്ചു ഓടണമെങ്കിൽ ആ കല്ലിനും വേണം കുറച്ച് ബുദ്ധിയും കണ്ണും. അവിടെ യുക്തിബോധമില്ല. അപ്പൊ സ്വന്തം മതത്തിലെ കല്ല് കറാമത്തുള്ള കല്ലും മറ്റൊരു കല്ല് കറാമത്തില്ലാത്ത കല്ലും എന്ന നിലപാടാണ് പലപ്പോഴും നമ്മുടെ മതത്തിന്റെ ആളുകൾ എടുക്കാറ്. എന്നാൽ ഞങ്ങൾക്കൊരു സൗകര്യമുണ്ട്. ഞങ്ങള് യുക്തിവാദികൾക്കൊരു സൗകര്യം എന്ന് വെച്ചാൽ ഈ തീസ്റ്റുകളായിട്ടുള്ള വിശ്വാസികളെ ആക്രമിക്കാൻ, വിശ്വാസികളെ ആക്രമിക്കാനല്ല, അവരുടെ വിശ്വാസത്തെ, ദൈവത്തെ ആക്രമിക്കാൻ വളരെ സുഖം. കാരണം ആ ദൈവം ഒരു വലിയൊരു ചെറിയ പൊട്ടക്കണ്ടിലായിരിക്കുന്നത്. ഈ മതം കുഴിച്ചു വെച്ച ഒരു കുഴിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒട്ടക്കിടക്കും. അതിന്റെ അപ്പുറത്തേക്ക് ആ ദൈവത്തിന് പോകാൻ കഴിയും. അപ്പൊ യുക്തി കൊണ്ടുള്ള ഒരു ആക്രമണം വന്നു കഴിഞ്ഞാൽ ഓടി വിളിക്കാൻ കഴിയാതെ പരുങ്ങുന്നു ഈ ദൈവം. നേരെ മറിച്ച് ഉളിത്തിരി മാറ്റി പരിചയപ്പെടുത്തിയ ഒരു ഹിന്ദു ദൈവത്തിന് മേച്ചിൽപ്പുറം കുറച്ചുകൂടെ വിശാലമാണ്. അതുകൊണ്ട് യുക്തിവാദി ഒരു ഭാഗത്ത് ആക്രമിച്ചാൽ ആ ദൈവം വേറെ ഭാഗത്തേക്ക് ഒഴിഞ്ഞു മാറും. ആ ഒഴിഞ്ഞുമാറലാണ് നമ്മൾ ഈ ഫിലോസഫിയിലൊക്കെ കാണുന്നത്. ഇസ്ലാമിൽ അതിനുള്ള ഒരു ചെറിയ പ്രൊവിഷൻ ഉണ്ടാക്കിയത് സൂഫികളാണ്. പക്ഷെ സൂഫികൾക്ക് നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലൊന്നും വേണ്ടത്ര സ്ഥാനം ലഭിച്ചില്ല. ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കാൻ. ദൈവം എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാം മതത്തിൽ പറയുന്ന അല്ലാഹു പോലെയുള്ള, എനിക്ക് ഏറ്റവും പരിചയമുള്ള ദൈവം അതാണ്. വിശ്വസിക്കാതിരിക്കാനുള്ള ഒരു കാരണം ഞാനൊരു ചെറിയ ഉദാഹരണം. അപ്പൊ ആ ഭീമ, നടുവിലിരിക്കുന്ന ഭീമ, ആ ഭീമിന്റെ മറുവശത്ത് ഒരു ത്രികോണം വരച്ചു വെച്ചിട്ടുണ്ട് എന്ന് അവിടെ ഇരിക്കുന്ന ഒരു സുഹൃത്ത് എന്നോട് പറയുന്നു. ആ സുഹൃത്തിനെ എനിക്ക് പരിചയമൊന്നുമില്ല, അയാള് സത്യസന്ധനാണോ അല്ലയോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ അയാൾ പറയുന്നു അവിടെ ഒരു ത്രികോണം വരച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കുന്നതിന് യാതൊരു പ്രയാസമില്ല. ആ പറയുന്ന ആള് ആരായാലും ഇദ്ദേഹം സത്യസന്ധനാണ്, വിവരമുള്ള ആളാണ്, എനിക്ക് പരിചയമുള്ള ആളാണ്, അദ്ദേഹത്തിന് അവിശ്വസിക്കേണ്ടത് യാതൊന്നുമില്ല. പക്ഷെ അദ്ദേഹം പറയുന്നു ശരിയാണ്, അവിടെ ചതുരത്തിലുള്ള ഒരു ത്രികോണമാണ് വരച്ചു വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ആരായാലും ശരി ഞാനത് വിശ്വസിക്കും. എനിക്കത് വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ്. അപ്പോഴാണ് വേറെ അതിനേക്കാൾ സത്യസന്ധനായ മറ്റൊരാൾ പറയുന്നത് ശരിയാണ്, ചതുരത്തിലുള്ള ഒരു ത്രികോണമാണ് അവിടെ വരച്ചു വെച്ചിട്ടുള്ളത്, അതിന് 5 വശങ്ങളുണ്ട്. ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ആ പറഞ്ഞത് മഹാത്മാഗാന്ധി ആയാൽ പോലും ഹരിശ്ചന്ദ്രനായാൽ പോലും എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ അല്ലാഹുവിനെ പോലെയുള്ള ദൈവങ്ങളിൽ വിശ്വസിക്കാതിരിക്കുന്നത്. കാരണം ഖുർആൻ പോലുള്ള ഒരു ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കാണുന്നത്. ഞാൻ എന്റെ നിരീശ്വരവാദവും എന്റെ ദൈവനിഷേധവും മതനിഷേധവും തുടങ്ങുന്നത് എനിക്ക് ഒരു 16-17 വയസ്സുണ്ട്. എനിക്ക് ചെറുപ്പത്തിലെ ഞാൻ നല്ല വിശ്വാസിയായിരുന്നു. പക്ഷെ എനിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. എന്റെ സംശയങ്ങൾ ഞാൻ എന്റെ ബന്ധുക്കളോടൊക്കെ അങ്ങനെ ചോദിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്റെ അഭ്യുദയകാംക്ഷിയായ ഒരു അടുത്ത ബന്ധു, അദ്ദേഹം ഒരു മുജാഹിദിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം എന്റെ സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി ഒരു ഒറ്റമൂലി എന്ന നിലയ്ക്ക് എനിക്കൊരു പുസ്തകം കൊണ്ടുതന്നു. എന്നോട് പറഞ്ഞു, ഈ പുസ്തകം വായിക്കാത്തതിന്റെ കുഴപ്പമാണ്, നീ ഈ ഖുറാഫികളെ മദ്രസയിൽ പഠിച്ചുകൊണ്ടുള്ള കുഴപ്പമാണ് നിനക്ക്, ഇത് വായിച്ചാൽ നിനക്ക് എല്ലാ കുഴപ്പവും തീരും പറഞ്ഞിട്ടാണ് ഈ കിതാബ് തന്നത്. ഞാൻ ആ കിതാബ് വളരെ ആകാംക്ഷയോടുകൂടി ഒരു ഇരുപ്പിന് വായിച്ചു. ഒരാഴ്ച ഇരുന്നിട്ട് ഞാൻ വായിച്ച കിതാബ് വേറൊന്നല്ല, സാക്ഷാൽ ഖുർആനാണ്. ഖുർആന്റെ ഒരു മലയാള പരിഭാഷ. മുത്താലിശ്ശേരി കോയാക്കുട്ടിയുടെ പരിഭാഷയാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. എനിക്ക് 17 വയസ്സാണ് പ്രായം. എന്റെ എല്ലാ സംശയങ്ങൾക്കും പരിഹാരമായിട്ട് എനിക്ക് ഏൽപ്പിച്ചു തന്ന ആ പരിഭാഷ ഞാൻ വായിക്കുമ്പോൾ ഞാൻ ദൈവവിശ്വാസിയാണ്. അത് വായിക്കുമ്പോൾ എന്റെ മനസ്സിലുള്ള ദൈവത്തിന് ഒരുപാട് വലുപ്പമുണ്ടായിരുന്നു. ഒരു ആനയേക്കാൾ വലുപ്പമുള്ള ഒരു ദൈവം എന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അത് വായിച്ച് അവസാനിക്കുമ്പോഴേക്കും എന്റെ ദൈവം ഒരു കുഴിയാനയോളം ചെറുതാവുന്ന ഒരു അനുഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ത്രികോണം പോലെ, ചതുരത്തിലുള്ള ത്രികോണം പോലെയാണ് അതിനുള്ള ദൈവത്തിന്റെ കാണുന്നത്. കാരുണ്യവാനായ കൊടുംക്രൂരൻ, സർവശക്തനായ നിസ്സഹായൻ, സർവജ്ഞാനിയായ വിവരദോഷി, ഈ 3 വിശേഷണത്തിനും അനുയോജ്യമായ ഒരു സങ്കല്പമാണ് ഞാൻ അതിൽ കണ്ടത്.
ഞാൻ എല്ലാ ഉദാഹരണങ്ങളിലേക്ക് കടക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഓരോന്നിനും ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ പറഞ്ഞ് ശ്രമിച്ചു. സർവശക്തനാണ് ദൈവം എന്ന് പറയുന്നുണ്ട് ഖുർആൻ അല്ലാഹു. പക്ഷെ ആ അല്ലാഹു തന്നെ സ്വന്തം അസ്തിത്വം അല്ലെങ്കിൽ സ്വന്തം ഉണ്മ തന്റെ സൃഷ്ടികളെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഒരാളാണെന്ന് മാത്രമല്ല, സ്വന്തം സൃഷ്ടികളോട് വാളെടുത്ത് യുദ്ധം ചെയ്യുന്നതായിട്ട് ഖുർആനിൽ പറയുന്നു. ഖുർആനിലെ 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത്, നിശ്ചയം ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, അതുകൊണ്ട് സത്യവിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തുക. കാഫറുകളുടെ ഹൃദയങ്ങളിൽ ഞാൻ ഭയം വിട്ടുകൊടുക്കും, അതിനാൽ നിങ്ങൾ അവരുടെ കഴുത്തിന് വെട്ടുക, കൈകാലുകൾ വെട്ടിമുറിക്കുക എന്ന് മലക്കുകൾക്ക് സന്ദേശം നൽകും. തൊട്ടടുത്ത് മറ്റൊരു വാക്യത്തിൽ പറയുന്നത്, എന്നാൽ അവരെ കൊലപ്പെടുത്തിയത് നിങ്ങളല്ല, അള്ളാഹുവാണ് കൊലപ്പെടുത്തിയത്. താങ്കൾ അവരെ എറിഞ്ഞപ്പോൾ ഏറുകൊള്ളിച്ചത് താങ്കളല്ല, അള്ളാഹുവാണ്. ഇത് ബദർ യുദ്ധത്തിന്റെ സന്ദർഭവുമായി ബന്ധപ്പെട്ടിറങ്ങിയ 2 ഖുർആൻ വാക്യങ്ങളാണ്. ദൈവത്തിന്റെ സർവശക്തിയെ കുറിച്ച് ഖുർആനിൽ പറയുന്നത്, ഒരു കാര്യം ഉണ്ടാവുക എന്ന് വിചാരിച്ചാൽ അതിനോടുണ്ടാവുക എന്ന് പറയേണ്ട താമസം അത് ഉണ്ടാകും. അത്രയ്ക്ക് ശക്തനാണ് ദൈവം എന്ന് പറയുന്നത്. ആ ദൈവമാണ് 2 ഗോത്രങ്ങൾ തമ്മിൽ വാളും അമ്പും വില്ലും, ഒരു തോക്കൊന്നും ഇല്ലാത്ത വന്ന് വാളും അമ്പും വില്ലും കുന്തം എടുത്ത് യുദ്ധം ചെയ്യുമ്പോ ഇറങ്ങി വന്നിട്ട് ഈ യുദ്ധത്തിൽ കക്ഷി ചേരുന്നത്. എന്നിട്ട് പറയാം, ഞാൻ ഒരു കൂട്ടരുടെ മനസ്സിന് ഭയം വിട്ടുകൊടുക്കും, അപ്പം വെട്ടിക്കോ എന്നാ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണോ ഈ യുദ്ധം നടന്നത്? ഈ സത്യവിശ്വാസത്തിൽ സ്വീകരിക്കാൻ തയ്യാറാവാതിരുന്ന മുസ്ലിക്കുകളെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക എന്നതിലുപരി അവര് സത്യവിശ്വാസികളാവുക എന്നതോ അല്ലെങ്കിൽ അവരെ പരാജയപ്പെടുത്തുകയാണെന്നതാണോ ഉദ്ദേശമെങ്കിൽ ഈ പാവം മനുഷ്യരെ കൊണ്ട് വാളെടുത്ത് വെട്ടിക്കേണ്ട യാതൊരു കാര്യവും സർവശക്തനായ ദൈവത്തിനില്ല. അവരുടെ ഹൃദയങ്ങളിൽ ഭയം വിട്ടുകൊടുക്കുന്നതിന് പകരം അവരുടെ ഹൃദയങ്ങളിൽ കുറച്ച് ഈമാൻ ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ വെട്ടും കുത്തും കൊലയും ഒഴിവാക്കാമായിരുന്നു. അപ്പൊ സർവശക്തനാണ് എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യരെ പോലെ അതേ ദൈവവും മലക്കുകളും ഉഹുദ് യുദ്ധത്തിൽ നബിയെ സഹായിച്ചിട്ടും നബിയും കൂട്ടരും തോറ്റുപോയി എന്ന് വേറെയും പറയും. ഇനി ദൈവം ഇവരെ നേരിട്ട് നശിപ്പിക്കാൻ കഴിയാതിരിക്കുന്നതിന്റെ പേരിൽ ദൈവത്തിന് ദേഷ്യം വരുന്നതായിട്ട് ഖുർആനിൽ കാണാം. സർവശക്തനും പരിപൂർണനുമായ ഒരു ഈശ്വരന് ദേഷ്യം വരിക എന്ന് പറഞ്ഞാൽ ചതുരാകൃതിയിലുള്ള ത്രികോണം എന്ന് പറയുമ്പോൾ തന്നെ. കാരണം നമുക്ക് ദേഷ്യം വരുന്നത് എപ്പോഴാ? നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യം നടക്കാതെ വരുമ്പോഴേ നമുക്ക് ദേഷ്യം വരും. ദൈവത്തിന് ദേഷ്യം വന്നു, മുഹമ്മദ് നബിക്ക് ദേഷ്യം വന്നെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ എളാപ്പ അബൂലഹബും നാട്ടുപ്രമാണിയായിരുന്ന വലീദ് ബിൻ മുഗീറയും ഒക്കെ ഇസ്ലാമിലേക്ക് വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും അവര് വരാതിരുന്നപ്പോ അവരിവരെ കുറ്റപ്പെടുത്തിയപ്പോ നബിക്ക് ദേഷ്യം വന്നെങ്കിൽ അത് സ്വാഭാവികമാണ്. പക്ഷെ അള്ളാഹുവിന് ദേഷ്യം വന്നിട്ട് അബൂലഹബിനെ കിസ്സ വിളിച്ചുകൊണ്ട് ഒരു അധ്യായം തന്നെ ഇറക്കിയിരിക്കുന്നു ഖുർആനിൽ. സബ്ബത്തി യദാ അബീ ലഹബ് എന്ന് പറഞ്ഞ നമ്മൾ ഓതുന്ന അധ്യായം അബൂലഹബിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കിസ്സ വിളിച്ചിരുന്നതാണ്. ഹമ്മാലത്തൽ ഹസബ് എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യയെ വിശേഷിച്ചിരുന്നത്. അക്കാലത്ത് അറബികളിൽ സ്ത്രീകളെ ചീത്ത പറയാൻ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ്. വലീദ് ബിൻ മുഗീറ എന്ന് പറയുന്ന വേറൊരു ഖുറൈശി പ്രമാണിയെ കലം എന്ന അധ്യായത്തിൽ സനീം എന്നാണ് വിളിക്കുന്നത്. സനീം എന്ന് പറഞ്ഞാൽ ബാധാണ്, തന്തയില്ലാതെ ജനിച്ചവൻ. മാത്രമല്ല നല്ല ഹുസ്തൂമിന് ഞാൻ അടയാളം വെക്കുമെന്നും ആ പറയുന്നുണ്ട്. ആ വലീദിന്റെ മൂക്കിലേറ്റ് നീണ്ടിട്ടായിരുന്നു ഇത്രേ. അള്ളാഹുവാണ് ഇയാൾക്ക് മൂക്ക് നീട്ടിയിട്ടത്. ആ മൂക്ക് നോക്കിയിട്ട് ഹുർത്തൂമിന് ഞാൻ അടയാളം വെക്കുമെന്ന് പറഞ്ഞ് അള്ളാഹു തന്നെ പരിഹസിക്കുന്നു. അള്ളാഹുവാണ് ഇയാളെ ബാദ്ഷാഹായി ജനിപ്പിച്ചത്. എല്ലാത്തിനും കാരണക്കാരൻ അള്ളാഹുവാണെങ്കിൽ ഈ വലീദ് ബിൻ മുഗീറ തന്തയില്ലാതെ ജനിച്ചെങ്കിൽ അതിന് കാരണക്കാരനായ ഈ അള്ളാഹു അയാളെ തന്തയില്ലാത്തവൻ തുടങ്ങിയ ചീത്ത വാക്കുകൾ ഉപയോഗിച്ച് ചീത്ത വിളിക്കുന്നു, ദേഷ്യപ്പെട്ടു. അപ്പോ സർവശക്തനായ ദൈവത്തിന് സർവശക്തൻ എന്ന വിശേഷണത്തിന് യോജിക്കാത്ത ഒരുപാട് വിശദീകരണങ്ങൾ ഖുർആൻ നൽകുമ്പോൾ ഈ വൈരുദ്ധ്യങ്ങളാണ് എന്നെ ഒരു അവിശ്വാസിയാക്കി മാറ്റുന്നത്. ഇനി സർവശക്തൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ സൃഷ്ടിപ്പ് നോക്കുക. സൃഷ്ടിപ്പ് അന്യൂനമാണ് അല്ല.
10% എറർ നമ്മളുടെ എല്ലാ സൃഷ്ടിപ്പിലും നമുക്ക് നേരിട്ട് കാണാം. 10%. 25 കോടി മനുഷ്യർ, 24 കോടി മനുഷ്യര്, 4% മനുഷ്യര് ഗുരുതരമായ വൈകല്യങ്ങളുള്ളവരാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇറാനിലെ 2 പെൺകുട്ടികൾ തല ഒട്ടിപ്പിടിച്ചിട്ട് 30 കൊല്ലം ജീവിച്ച് അവസാനം തല വേർപെടുത്തിയപ്പോൾ 2 കുട്ടികളും മരിച്ചുപോയി. നമ്മളൊക്കെ വേദനയോടുകൂടി മാധ്യമങ്ങളിൽ കണ്ടതാണ്. അതിന്റെ പിറ്റേ ദിവസം വേറൊരു കുട്ടിയെ കാണിച്ചു ടിവിയില്. 2 തലയും നേർക്ക് നേരെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചു, ഒന്ന് കമന്നിട്ടും ഒന്ന് മലർന്നിട്ടും നേർക്ക് നേരെ ഒട്ടിപ്പിടിച്ച് ഒരു കുട്ടി മലർന്നു കിടക്കുമ്പോ മറ്റേ കുട്ടി കമന്ന് കിടക്കും. തലച്ചോറ് ഒട്ടിപ്പിടിച്ചത് കൊണ്ട് വേർതിരിക്കാനും നിവൃത്തിയില്ല. അങ്ങനെ 2 തലയും ഒന്ന് കമന്നിട്ടും ഒന്ന് മലർന്നിട്ടും ഒട്ടിപ്പിടിച്ചുകൊണ്ട് ജനിച്ച കുട്ടി. ആ കുട്ടി ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് മരണം വരെയും ഒരു കുട്ടിക്ക് കമന്നെടുക്കാം, മറ്റേ കുട്ടിക്ക് മലർന്നെടുക്കാം. അതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയും. ഇത്തരത്തിലുള്ള വളരെ ക്രൂരമായ വൈകല്യങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ നമ്മൾ കാണുന്നു. ഭൂമിയിൽ 1,00,000 ഭൂകമ്പങ്ങളാണ് ഒരു വർഷം ഉണ്ടാവുന്നത്, ചെറുതും വലുതുമില്ല. അതിൽ ഗുരുതരമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നത്. സുനാമി വന്ന് 3 ലക്ഷം ആളുകൾ മരിക്കുന്നത്. അതിൽ 1.5 ലക്ഷം പിഞ്ചു കുഞ്ഞുങ്ങളായിരുന്നു. നമ്മളൊക്കെ മനസ്സാക്ഷിയുള്ളവരൊക്കെ കണ്ടുനിന്നൊരു കാഴ്ച JCB കൊണ്ട് 100 കണക്കിന് കുട്ടികളുടെ ജഡം ശരീരം മാന്തി എടുത്തിട്ട് മണ്ണിട്ട് മൂടുന്ന രംഗം ടിവിയിൽ കണ്ടിട്ട് 1 മണിക്കൂർ നേരത്തിന് എനിക്ക് മിണ്ടാൻ പറ്റില്ല. തൊണ്ട ഇടറിപ്പോയി, കണ്ണ് നിറഞ്ഞുപോയി. പിഞ്ചു കുഞ്ഞുങ്ങൾ, 1.5 ലക്ഷം പിഞ്ചു കുഞ്ഞുങ്ങളാണ് കടൽ നക്കിയത് സുനാമി. അത് കഴിഞ്ഞ് അമേരിക്കയിൽ ഖത്തറിൽ വന്നപ്പോൾ നമ്മുടെ പല സുഹൃത്തുക്കളും പറഞ്ഞു ഓടിച്ചത് വേണം, ബുദ്ധിനെ പഠിച്ചത് വേണം. അത് പറഞ്ഞ് നാക്കെടുക്കുന്നതിന് മുമ്പ് കാശ്മീരിലും പാകിസ്ഥാനിലും ഭൂകമ്പം വന്നു. 2 ലക്ഷത്തോളം ആൾക്കാർ മരിച്ചു. അതിൽ മരിച്ചവരിൽ പലരും ഇന്ത്യക്കെതിരായി ഇസ്ലാമിക ജിഹാദ് നടത്തിക്കൊണ്ടിരുന്ന ഒരു പോരാളികളായി. കത്രീന വന്നിട്ട് ബുഷിനൊന്നും പറ്റിയിട്ടില്ല. അവിടുത്തെ ചില കടലോരത്തുള്ള ചില ആദിവാസികൾ 2 ഇന്ത്യക്കാരായ പാവപ്പെട്ടവരാ മരിച്ചത്. ബുഷിനൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. ഇറാഖിലും തുർക്കിയിലും അതിഭീകരമായ ഭൂകമ്പങ്ങൾ അടുത്ത കാലത്താണ്. ഒരുപാട് മുസ്ലിം പള്ളികൾ തകർന്നുപോയി. സുനാമിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് ഇന്തോനേഷ്യയിലാണ്. ഇന്തോനേഷ്യയിലെ മുസ്ലിം പള്ളികൾ തകർന്നു, മുസ്ലിങ്ങൾ മരിച്ചുപോയി. അപ്പൊ പറയുന്നത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരീക്ഷണമാണ്. ഞാൻ ചോദിക്കുന്നു, ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ക്രൂരമായി കൊല ചെയ്തുകൊണ്ട് ദൈവം ആരെയാണ് പരീക്ഷിക്കുന്നത്? ആ കുഞ്ഞുങ്ങളെയാണ് പരീക്ഷിക്കുന്നതെങ്കിൽ അവരെന്ത് തെറ്റ് ചെയ്യും? അതല്ല മറ്റുള്ളവരെയാണ് പരീക്ഷിക്കുന്നതെങ്കിൽ ഈ 1.5 ലക്ഷം പിഞ്ചു കുഞ്ഞുങ്ങള് ക്രൂരമായി കൊല ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് പരീക്ഷണമാണ് ഈ ദൈവം ഉദ്ദേശിക്കുന്നത്? ഇനി അതിനേക്കാൾ പ്രധാനപ്പെട്ട ചോദ്യം, ഏത് ദൈവത്തിന്റെ പരീക്ഷണം എന്നതാണ് അടിസ്ഥാനപരമായത്. ഇപ്പൊ പാകിസ്ഥാനിലെ ഭൂകമ്പം ഉണ്ടായപ്പോൾ ഇവിടുത്തെ സംഘപരിവാറുകാർ പറഞ്ഞു ഒരുക്കത് വേണം, നമ്മളെ രാമക്ഷേത്രം പണിയാൻ സമ്മതിക്കാനിട്ടാണ്, നമ്മുടെ രാജ്യത്തിൽ ആക്രമിച്ചിട്ടാണ്, അതുകൊണ്ട് നമ്മളെ ദൈവമാണ് കുലുക്കിയത് എന്ന് അവർക്ക് പറയും. അമേരിക്കയിൽ കുലുക്കിയപ്പോ നമ്മളൊക്കെ പറഞ്ഞു അത് അള്ളാന്റെ ശിക്ഷയാണ്, ബുഷിനുള്ള ശിക്ഷയാണ്. ഇന്തോനേഷ്യയിൽ കുലുക്കിയപ്പോ നമുക്ക് എന്ത് പറയാൻ കഴിയും? തമിഴ്നാട്ടിലെ പാവപ്പെട്ടവരെ കുലുക്കിക്കൊന്നപ്പോ, ശ്രീലങ്കയിൽ കുലുക്കിയപ്പോ നമുക്കൊന്ന് പറയും. ലോകത്ത് എവിടെയൊക്കെ കുലുക്കുന്നോ അവിടേക്ക് എല്ലാ വിഭാഗ ആളുകളും മരിക്കുന്നു, എല്ലാ ആരാധനാലയങ്ങളും തകരുന്നു. പിന്നെ ഏത് ദൈവമാണിത് കുലുക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പരീക്ഷണം നടത്തിയിട്ട് നമുക്കെന്ത് കാര്യം, ദൈവത്തിനെന്ത് കാര്യം? എനിക്ക് മനസ്സിലാവും. അപ്പൊ പരീക്ഷണം എന്ന് പറയുന്നത് ഒന്നുകിൽ ആ പരീക്ഷണം കൊണ്ട് ആ നടത്തുന്നവർക്കെന്തെങ്കിലും പ്രയോജനം വേണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു പ്രയോജനം വേണം. അതൊന്നുമില്ലാതെ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് യാതൊരു കാര്യമില്ല. ബാബറി മസ്ജിദ് പൊളിച്ചപ്പോഴൊക്കെ പരീക്ഷണം കാണിക്കുകയായിരുന്നെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കാമായിരുന്നു യഥാർത്ഥ ദൈവമാരാണ്. കാരണം 100 കോടിയോളം മുസ്ലിങ്ങളെ ലോകത്തിന്റെ നാനാഭാഗത്തും അവരുടെ ആത്മാഭിമാനത്തിന്റെ ചിഹ്നമായി കണ്ടുകൊണ്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ഈ ദേവാലയത്തെ രക്ഷിച്ച് അള്ളാഹുവേയും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ കാട്ടുഭീകരന്മാര് അവിടെ പോയിട്ട് നമ്മുടെ മതേതരത്വത്തിന്റെ സിംബലായ അടയാളങ്ങളായ ഈ പള്ളിയുടെ കുബ്ബകള് തകർത്തിട്ട് അവിടെ രാമന്റെ വിഗ്രഹം വെച്ച് തുർക്കിന്റെ ആരാധന തുടങ്ങി. കഅബ പണ്ട് ഏതോ രാജാവ് ആക്രമിക്കാൻ വന്നപ്പോ 100-300 വിഗ്രഹങ്ങൾ ഉള്ള സമയത്ത് ആ വിഗ്രഹാരാധനയുടെ കേന്ദ്രമായ കഅബ ആക്രമിക്കാൻ വന്നപ്പോ ഏതോ പക്ഷികളെ ചുടുകട്ടയുമായി അള്ളാഹു പറഞ്ഞയച്ചു എന്നും ചുടുകട്ട എറിഞ്ഞ് അവരെ ഓടിച്ചു എന്നൊക്കെയുള്ള കഥകൾ ഖുർആൻ നമ്മൾ വായിക്കുകയാണ്. ഇവിടെ നമ്മൾ സൈർ നവാബി എന്ന് പറയുന്ന പക്ഷിക്കൂട്ടത്തിനൊന്നും കണ്ടില്ല. പോട്ടെ ആ സംഘപരിവാറിന്റെ അറബുകാരന്റെ കണ്ണില് 2 കാക്കച്ചി വാരിയൊന്നും അപ്പിയിടുന്നത് പോലും കണ്ടില്ല.
ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അതൊരു പരീക്ഷണമാണ്. അപ്പൊ ആവശ്യമുള്ളവർക്കൊന്നും പരീക്ഷണം കാണിക്കാതെ ആർക്കും മനസ്സിലാകാതെ ക്രൂരതകൾ കാണിച്ചുകൊണ്ട് ദൈവം പരീക്ഷണം നടത്തുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ആശയക്കുഴപ്പം വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ദൈവത്തിനുള്ളൂ എന്നാണോ മനസ്സിലാക്കിയത്? രണ്ട്, ദൈവം കാരുണ്യവാനാണ് എന്നാണ് ഖുർആൻ ഒരുപാട് തവണ ആവർത്തിക്കുന്നത്. റഹ്മാനും റഹീമും എന്ന് പറഞ്ഞുകൊണ്ടാണ്, ചൊല്ലിക്കൊണ്ടാണ് എല്ലാ അനന്ത കോടിക്കാലം വെള്ളത്തിൽ ഒറ്റയ്ക്ക് വെറുതെ ഇരുന്നു ദൈവമെങ്കിൽ ആ ദൈവത്തിന് പിന്നീട് ഒരിക്കൽ പ്രപഞ്ചം സൃഷ്ടിക്കണമെന്ന് തോന്നാൻ കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ കാരുണ്യം നിറഞ്ഞതുകൊണ്ടാണെന്ന്. അങ്ങനെ കാരുണ്യം കൊണ്ട് പുര നിറഞ്ഞ് ഇരിക്കപ്പുറതി മുട്ടിയിട്ട് സൃഷ്ടി നടത്തി എന്ന് പറയുന്ന അല്ലാഹു ഖുർആനിൽ പറയുന്നത് ഇതാണ്. എല്ലാ മനുഷ്യരെയും തന്മാർഗത്തിലാക്കിക്കൊണ്ട് നന്മ മാത്രം വിളയുന്ന ഒരു ലോകം സൃഷ്ടിക്കാൻ ഈ സർവശക്തനായ ദൈവം ശ്രമിച്ചില്ല. പകരം ചെയ്തതെന്താണ്? അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവരും സന്മാർഗം സ്വീകരിക്കുമായിരുന്നു. പക്ഷേ മനുഷ്യരെയും ജിന്നുകളെയും കൊണ്ട് നരകം നിറയ്ക്കാനാണ് അവൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. 32-ാം അധ്യായം 13-ാം വാക്യം. അള്ളാഹു ഇച്ഛിക്കുന്നവരെ അവൻ വഴിപിഴപ്പിക്കുന്നു, അവൻ ഇച്ഛിക്കുന്നവരെ അവൻ നേർമാർഗത്തിലാക്കുന്നു. 6:39. അവരെ നേർമാർഗത്തിലാക്കാൻ നീ ആഗ്രഹിച്ചാലും അള്ളാഹു വഴിപിഴപ്പിച്ചവരെ നിനക്ക് നേർമാർഗത്തിലാക്കാൻ സാധ്യമല്ല. എല്ലാ പ്രവാചകന്മാർക്കും ഞാൻ ശത്രുക്കളെ ഏർപ്പെടുത്തിയിരിക്കുന്നു. അതായത് മനുഷ്യരിലും ജിന്നിലും പെട്ട പിശാചുക്കളെ. അവരിൽ ചിലരോട് വഞ്ചനയായി മോടിവാക്കുകൾ സ്വകാര്യ ബോധനം നൽകിക്കൊണ്ടിരിക്കുന്നു. നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരത് ചെയ്യുമായിരുന്നില്ല. അപ്രകാരം തന്നെ ഓരോ നാട്ടിലും കുതന്ത്രങ്ങൾ പ്രയോഗിക്കാൻ ദുഷ്ടന്മാരിൽ പ്രധാനികളെ നാം നിയോഗിച്ചിരിക്കുന്നു. നീ ഖുർആൻ വായിക്കുമ്പോൾ നിന്റെയും അവരുടെയും ഇടയിൽ ഞാൻ ഒരു മറ ഏർപ്പെടുത്തുന്നതാണ്. അത് ഗ്രഹിക്കുന്നതിന് തടസ്സമായി അവരുടെ ഹൃദയങ്ങൾക്കും കാതുകൾക്കും ഞാൻ മൂടി ഏർപ്പെടുത്തുന്നതാണ്. 17-ാം അധ്യായം. മതദാർശനിക രംഗത്ത് ഏറ്റവും വലിയ വിരോധാഭാസം അവതരിപ്പിച്ച ഒരു മതഗ്രന്ഥമാണ് ഖുർആൻ. പിശാചിനെ ദൈവം സൃഷ്ടിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. പിശാചിനെ സൃഷ്ടിക്കാൻ ഒരു പിശാചിനെ കഴിയൂ എന്നാണ് സാമാന്യ യുക്തിയുള്ള ആർക്കും മനസ്സിലാക്കുന്നത്. നന്മയുള്ള ഒരു ദൈവവും പിശാചിനെ സൃഷ്ടിക്കുന്ന സ്നേഹമാണ് ദൈവം എന്ന് പറയുന്നത്. എങ്കിൽ ആ ദൈവം പിശാചിനെ സൃഷ്ടിച്ച് മനുഷ്യരെ വഴിപഠിപ്പിക്കാൻ വിടും എന്ന് ഞാൻ കരുതുന്നില്ല. ഇത് എന്നിട്ട് പറയുന്നത് മനുഷ്യർക്ക് സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നാണ്. പക്ഷേ ഖുർആൻ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നേർമാർഗം സ്വീകരിക്കാം. അവിടെ സെമിക്കോളൻ ഇട്ടിട്ട് പറയുന്നത് പക്ഷെ ഞാൻ ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല എന്ന് വെച്ചാൽ ഞാൻ നിരീശ്വരവാദിയാകണം എന്നത് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ അള്ളാഹു തീരുമാനിച്ചു. എന്നിട്ട് എന്റെ ഉമ്മാന്റെ ഗർഭത്തിൽ 4-ാം മാസം എനിക്ക് ജീവനൂറാൻ വന്ന മലക്ക് ഒരു കിതാബില് എഴുതി വെച്ചു. ഞാൻ എന്റെ ജീവിതകാലത്ത് എന്തൊക്കെ പ്രസംഗിക്കണം എന്നതിന്റെയൊക്കെ ഒറിജിനൽ കോപ്പി മലക്കിന്റെ കിതാബിലുണ്ട്. ഞാൻ അതിന്റെ കാർബൺ കോപ്പിയാണ് നിങ്ങളോട് പറയുന്നത്. ഇതാണ് മതം പറഞ്ഞത്. ഇങ്ങനെ മുൻകൂട്ടി തീരുമാനിച്ച് പിശാചിനെ കൊണ്ട് വഴിപഴച്ചു പോയവരെ അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ ഞാൻ ബുദ്ധി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരെ അവരുടേതല്ലാത്ത കുറ്റത്തിന് നാളെ നരകത്തിലിട്ട് ശിക്ഷിക്കും എന്നാണ് ദൈവം പറയുന്നത്. ഇതിന് ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങള് വീട്ടിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ വിശന്നിട്ട് ആഹാരം ചോദിച്ചു വന്നു. അപ്പൊ നിങ്ങൾ ഒരു പ്ലേറ്റിന് കുറച്ച് ചോറ് വിളമ്പി കൊടുത്തു, വേറൊരു പ്ലേറ്റിന് കുറച്ച് സാമ്പാർ വിളമ്പി കൊടുത്തു. പക്ഷെ സാമ്പാർ വിളമ്പിയപ്പോൾ നിങ്ങൾക്കൊരു കുരുട്ട് ബുദ്ധി തോന്നി. നിങ്ങൾ ലേശം കുരുടാനെടുത്തായിട്ട് പോയി. ചമ്മന്തിക്ക് പകരം ലേശം പൊട്ടാസ്യം സയനൈഡ് എടുത്തിട്ട് അതും വെക്കും 2 പ്ലേറ്റ്. ഈ പാവം വിശന്ന് പറഞ്ഞ ഈ പാവം ആ സാമ്പാർ ഒഴിച്ച് ചോറ് നിന്ന് അവിടെ തന്നെ പൊട്ടിപ്പടഞ്ഞ് ചത്തു. അപ്പോൾ വേറെ ആൾ വന്നിട്ട് ചോദിക്കാൻ നിങ്ങൾ എന്ത് പണിയാ മനുഷ്യാൻ കാട്ടിയെന്ന് ചോദിച്ചപ്പോ ഇയാൾ പറയാം അയാൾക്ക് എന്താ അത് മണത്ത് നോക്കിക്കൂടായിരുന്നില്ലേ, അയാൾക്ക് എന്താ ഫുർഡാന്റെ മണം കണ്ടാൽ തിരിച്ചറിയാനുള്ള ബുദ്ധിയില്ലേ, അയാൾക്ക് എന്താ പൊട്ടാസ്യം സയനൈഡ് കണ്ടറിയില്ലേ, അയാൾ എന്തിനാ സാമ്പാർ വയ്ക്കാൻ പോയത്, അയാൾക്ക് ചോറ് മാത്രം നിന്നാ പോരായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനോട് നിങ്ങൾക്ക് എത്ര ബഹുമാനം തോന്നുന്നു? ആ ബഹുമാനമേ എനിക്ക് അള്ളാഹുവിനോട് ഖുർആൻ വായിച്ചപ്പോൾ തോന്നി. മനുഷ്യന്റെ പ്രവൃത്തികൾക്ക് മനുഷ്യനെ ശിക്ഷിക്കാൻ ഈ ദൈവത്തിന് അർഹതയില്ലാന്ന് മാത്രമല്ല, യഥാർത്ഥ തിന്മയുടെ മുഴുവൻ കാരണക്കാരനായ ദൈവം ശിക്ഷ അർഹിക്കുകയും എന്തുണ്ട് പരിഹാരം?
നമ്മൾ പറയുന്നത് നമ്മൾ ഒരാളെ കൊന്നാലും 10 ആളെ കൊന്നാലും നമുക്ക് ഒരു വധശിക്ഷയെ കൊടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഇവിടെ നീതി കിട്ടില്ല, അവിടെ നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ദൈവവിശ്വാസം നടത്തുന്നത്. ഞാൻ ചോദിക്കുന്നത്, എല്ലാ തിന്മയും ഞാനാണ് ഉണ്ടാക്കിയത് എന്ന് വിളിച്ചു പറയുന്ന ഒരു ദൈവത്തെ നരകത്തിലിടാൻ വേറൊരു ദൈവമുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ നന്മ തിന്മയും പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? അപ്പൊ പറയുന്നത് ദൈവത്തിന് ഉത്തരവാദിയല്ല, മനുഷ്യനാണ്. അത് വേറൊരു ഉദാഹരണം പറയാം. നിങ്ങളൊരു കിണറ്റിലേക്ക് ഒരു 1.5 വയസ്സായ കുട്ടി വിട്ട വെച്ച് ഒരു പൊട്ടക്കിണറ്റിലേക്ക് വീഴാൻ പോവുക, ചാടാൻ പോവുക, അവിടെ മതിരി. അപ്പൊ നിങ്ങൾ ഞാൻ നോക്കിയിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കുട്ടി വീഴുന്ന ഉറപ്പാണ്, നിങ്ങൾക്ക് എല്ലാം മുൻകൂട്ടി അറിയാൻ കഴിയും. ആ കുട്ടി വീഴുന്ന ഉറപ്പായിട്ടും ആ കുട്ടിയെ പോയി തടയാതെ നിങ്ങളിങ്ങനെ നോക്കി നിങ്ങളുടെ ദൈവമായ അല്ലാഹുവിനോടും തോന്നിയിട്ടുള്ളൂ എന്നതാണ്. വരാനിരിക്കുന്ന എല്ലാ വിപത്തുകളെ കുറിച്ചും ദുരന്തങ്ങളെ കുറിച്ചും സർവജ്ഞാനിയായ ദൈവത്തിന് മുൻകൂട്ടി അറിയാം. അത് തടയാൻ ദൈവം ശ്രമിക്കുന്നില്ല എങ്കിൽ ആ തിന്മകൾ മുഴുവൻ, അതിന് മുഴുവൻ ഉത്തരവാദിത്വം ഈ ദൈവത്തിന്റെ തന്നെ. എന്നിട്ട് നിത്യനരകം എന്ന ക്രൂരമായ സങ്കല്പമാണ് വയ്ക്കുന്നത്. എന്താ നിത്യനരകം? ശാശ്വതമായി കുറെ ആൾക്കാരെ നരകത്തിലിട്ടുന്നത്. ആരെയാണ്? ഈ മാതിരി വൈരുദ്ധ്യങ്ങൾ കണ്ടിട്ട് ഇത് വിശ്വസിക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ട് വിശ്വാസം ഉപേക്ഷിച്ച് പോയാൽ നമ്മളെയൊക്കെ നരകത്തിലിടും എന്നാണ് പറയുന്നത്. പക്ഷെ ദൈവത്തിന്റെ ഈ സ്വഭാവം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ദൈവം നേരെ തിരിച്ചു ചെയ്യാൻ സാധ്യതയുണ്ട്. ക്രൂരതയിൽ മാത്രം സംതൃപ്തി കണ്ടെത്തുന്ന ഒരു ദൈവം നാളെ എന്താ ചെയ്യാ? യുക്തിവാദികൾ ഒരു ബുദ്ധി, ഞാൻ കൊടുത്ത ബുദ്ധി ഉപയോഗിച്ചാൽ വലിയ അപകടത്തിൽ മറ്റൊരു ഞാൻ ബുദ്ധി കൊടുത്തിട്ട് ഓരോ വിഡിത്തൊക്കെ വിശ്വസിച്ച് നടന്നു കട്ടക്കട നരകത്തിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ മുഴുവൻ നരകത്തിലും ഞങ്ങളെ സ്വർഗത്തിലും വിടൂല എന്നതിന് എന്താ അർത്ഥം? ക്രൂരത മാത്രം സ്വതസിദ്ധമായ ശൈലിയാക്കി സ്വീകരിച്ച ഒരു ദൈവത്തിൽ നിന്നും നാളെ നീതി ലഭിക്കുമെന്ന് പറയുന്നതിന് എന്തർത്ഥം? ഒരു ഓറഞ്ച് കച്ചവടക്കാരൻ ഓറഞ്ച് വാങ്ങാൻ പോയിട്ടുണ്ടല്ലോ മാർക്കറ്റിൽ. അയാൾ ഒരു കൊട്ട ഓറഞ്ച് എടുത്തിട്ട് അതിന് മുകളിൽ നിന്ന് 2 എടുത്ത് നോക്കുമ്പോൾ അത് ചീഞ്ഞിരിക്കുന്നു. അപ്പൊ അയാൾക്ക് വേണ്ട പറഞ്ഞ് പോകുമ്പോൾ കച്ചവടക്കാരൻ പറയും അത് മുകളിൽ മാത്രമേ ചീഞ്ഞിട്ടുള്ളൂ, അടിയിൽ നല്ലതാണ്. ബുദ്ധിയുള്ളവരാണെങ്കിൽ ആ ഓറഞ്ച് വാങ്ങിക്കൊണ്ട് പോകും. അതാണ് ഇവിടെ പറയുന്നത്. ഇഹലോകത്ത് ദൈവം ഇങ്ങനെയൊക്കെ തോന്നിയാസം കാണിച്ചാലും പരലോകത്ത് നീതി കിട്ടുന്നു. ഇവിടെ നീതി മുകളിൽ നല്ല ഓറഞ്ച് വെക്കാത്തവർ അടിയിൽ നല്ല ഓറഞ്ച് വെക്കും. ഇവിടെ നീതി നടപ്പിലാക്കാൻ ഉദ്ദേശമുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നീതി നടപ്പിലാക്കുക എന്നൊരു ഉദ്ദേശം ദൈവത്തിനുണ്ടായിരുന്നെങ്കിൽ എന്താണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, നമ്മൾ നന്മ മാത്രം പൂത്തുലയുന്ന ഒരു ലോകം, ഒരു പ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ട് ആ നന്മയുടെ സ്നേഹമാകുന്ന ദൈവത്തിന് സ്നേഹം വിളയുന്ന ഒരു പ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ട് തന്റെ ഉദ്ദേശങ്ങൾ നടപ്പിലാക്കണമായിരുന്നു. അത് ചെയ്യാതെ മനുഷ്യനൊന്നും മനസ്സിലാവാത്ത ഈ ക്രൂരവിനോദം നടത്തുക. ആ ക്രൂരവിനോദത്തിന്റെ മറ്റൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഇന്ന് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കമല്ല ലോകത്ത് പ്രശ്നം. ഉള്ള ദൈവം അള്ളാഹുവോ യഹോവയോ രാമനോ എന്നതാണ് തർക്കം. ആ തർക്കത്തിലാണ് ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യന്റെ കബന്ധങ്ങൾ എത്തി വീണത്. കുരിശുയുദ്ധങ്ങൾ യഹോവയും അള്ളാഹുവും തമ്മിൽ ഏത് മതമാണ് ശരി, ഏത് ദൈവമാണ് ശരി എന്നറിയാതെ 200 കൊല്ലം നീണ്ടുനിന്ന കുരിശുയുദ്ധങ്ങളുടെ കഥയാണ് ചരിത്രം പറയുന്നത്. 2 കോടി മനുഷ്യരാണ് ക്രിസ്ത്യാനികളും യഹൂദരും മുസ്ലിങ്ങളും കക്ഷി ചേർന്നുകൊണ്ട് നടന്ന ഈ കുരിശുയുദ്ധങ്ങളിൽ ലോകത്ത് മരിച്ചു വീണത്. ഇന്നും നമ്മുടെ ഇന്ത്യയിലടക്കം ഏത് മതം ശരി എന്നറിയാതെ, ഏത് ദൈവം സത്യമെന്നറിയാതെ ഈ പാവം മനുഷ്യര്, വിവരദോഷികളായ മനുഷ്യര് വാലെടുത്ത് വെട്ടുകയാണ്. കാരണം ഖുർആൻ പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഞാൻ ഭയമുച്ചു തരാം, ഞാൻ സഹായിച്ചു തരാം, നിങ്ങൾ വെട്ടിക്കോ എന്ന് പോലുള്ള വാചകങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കുന്ന ഈ വെട്ടും കുത്തും മുഴുവൻ ആകാശത്ത് ഒളിച്ചിരുന്ന് കണ്ടാസ്വദിക്കുന്നവനാണ് ദൈവമെങ്കിൽ ആ ദൈവത്തിനേക്കാൾ വലിയ ക്രൂരൻ വേറെ ആരുണ്ട് എന്നാണ് എന്റെ ചോദ്യം. ദൈവം നമ്മോടൊക്കെ പറഞ്ഞു എന്ന് പറയുന്ന പ്രവാചകന്മാരും മതഗ്രന്ഥങ്ങളും വെളിപാട് പുസ്തകങ്ങളും നോക്കൂ. നിങ്ങൾ ഈ വെളിപാടുകൾ നിങ്ങൾക്ക് എവിടെ കിട്ടിയത്? നിങ്ങളോട് ദൈവം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ദൈവം ആരോടോ പറഞ്ഞു എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ആ പറഞ്ഞതിന്റെ രൂപം നോക്കൂ. നേരിട്ടല്ല പറഞ്ഞത്, പകലല്ല പറഞ്ഞത്. അന്തിക്ക് ഒരാൾ ഒറ്റയ്ക്ക് ഒരു പാറ എടുത്ത് ധ്യാനിച്ചിരിക്കുമ്പോ വേറൊരാളും കാണാത്ത നേരം നോക്കി വേറൊരാൾക്കും കാണാൻ പറ്റാത്ത ഒരു ജിബിരിലിനെ പറഞ്ഞയച്ച് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ മെല്ലെ മന്ത്രിച്ച് പോയി എന്നും പിറ്റേന്ന് ഇദ്ദേഹം പുറത്തു വന്നിട്ട് എന്റെ അടുത്ത് അള്ളാഹു ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നും പറഞ്ഞത് വിശ്വസിക്കാൻ മാത്രം ബാധ്യത നമുക്കുണ്ടോ? അത് തന്നെ സാക്ഷികളില്ല. ഇസ്ലാമിൽ ഏതൊരു സാമൂഹ്യ വ്യവഹാരത്തിനും 2 ആണുങ്ങൾ സാക്ഷി വേണം. വ്യഭിചാരം ബലാത്സംഗമാണെങ്കിൽ 4 ആണുങ്ങൾ സാക്ഷി വേണം എന്നാണ്.
സാക്ഷിയില്ലാത്ത കാര്യത്തിൽ 4 സാക്ഷി വേണമെന്ന് പറയുന്ന മതം ഈ ജിബ്രീൽ വന്ന് ദൈവത്തിന്റെ വെളിപാട് കൊണ്ടെന്ന് കൊടുക്കുന്നതിന് ഒരു സാക്ഷിയും വേണ്ടെന്ന് പറയുന്നത്. അപ്പൊ എന്താ? അപ്പൊ ദുരൂഹത ഉണ്ടായില്ല. ഇത് വിശ്വസിച്ച് പോകരുത് എന്ന സാക്ഷ്യത്തോട് കൂടിയിട്ട് എന്തൊക്കെയോ ചെയ്യുക. പ്രവാചകന്മാർ, ഞാൻ വായിച്ചില്ല, പ്രവാചകന്മാർക്കെതിരെ കുതന്ത്രം പ്രയോഗിക്കാൻ ഞാൻ ആളാക്കിയിരിക്കുന്നു എന്നൊക്കെ കണ്ടു പറയുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞ അബൂ ലഹബും വലീദ് ബിൻ മുഗീറയും ഒക്കെ അള്ളാഹ് ഏർപ്പാട് ചെയ്തവരാണ്. എന്നിട്ട് ആ അള്ളാഹ് ഏർപ്പാട് ചെയ്ത അബൂ ലഹബിനെയാണ് അമ്മാനത്തിൽ അസബ് അദ്ദേഹത്തിന്റെ ഭാര്യനെയാണ് വിളിച്ചിട്ട് പറയുന്നത്. സർവജ്ഞാനിയാണ് ദൈവം എന്ന് പറയുന്നു ഖുർആനിൽ. പക്ഷേ ദൈവം ഒരുപാട് പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തുന്നതായിട്ട് പറയുന്നു. നിങ്ങളിൽ ആരാണ് നന്നായി സൽക്കർമ്മം ചെയ്യുക എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടി ഞാൻ മൗത്തും ഹയാത്തും തന്നു എന്ന് മാത്രമല്ല, ഇരുമ്പുണ്ടാക്കിയതിന്റെ കാര്യം ഖുർആനിൽ പറയുന്നുണ്ട്. ആരാണ് വാളുണ്ടാക്കി എന്നെ സഹായിക്കുന്നത് എന്ന്, എന്നെയും റസൂലിനെയും ആരാണ് വാളുണ്ടാക്കി സഹായിക്കുക എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ഇരുമ്പുണ്ടാക്കിയത് എന്ന് പറയുന്നു. പ്രവാചകന്മാരുടെ മുമ്പിലും പിമ്പിലും പാറാവുകാരെ അയക്കുന്നു. എന്തിനാണ്? പ്രവാചകന്മാരെ ദൗത്യം ശരിക്കും നിർവഹിച്ചോ എന്ന് എനിക്ക് ശരിക്കും അറിയാൻ വേണ്ടി എന്ന് ഖുർആനിൽ പറയുന്നു. അപ്പൊ അള്ളാഹു സർവജ്ഞാനിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അള്ളാഹുവിന് ഒരുപാട് അമളി പറ്റിയതായി ഖുർആനിൽ പറയുന്നു. ഖുർആനിന്റെ ചരിത്രം പറയുന്നു. ഒറ്റൊന്ന് ഞാൻ പറയാം. ഋതുവാൻ പ്രതിജ്ഞ എന്നൊരു സംഭവം. ആ മരച്ചൂട്ടിൽ വെച്ച് നിങ്ങൾ നടത്തിയ പ്രതിജ്ഞയിൽ ഞാൻ സംതൃപ്തനായിരിക്കുന്നു എന്ന് പറയുന്ന ഒരാഴ്ച. അതിന്റെ ചരിത്രം പറയുന്ന ഹിജ്റ 6-ാം വർഷത്തില് നബിയും അനുയായികളും മക്കയിലേക്ക് പോയി, ഒരുപാട് സൈന്യത്തിന്. അങ്ങനെ മക്കയുടെ അടുത്തെത്തിയപ്പോൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ എല്ലാവരും വിശ്രമിക്കുകയും ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ ഖുറൈശികളുമായി ഒരു സന്ധി സംഭാഷണത്തിൽ പറഞ്ഞയക്കുകയും ചെയ്തു. പക്ഷെ ഉസ്മാൻ തിരിച്ചു വരേണ്ട സമയമായിട്ടും വരാതെ കണ്ടപ്പോ ഉസ്മാനെ അവർ കൊന്നിട്ടുണ്ടാവും എന്ന് കണക്കാക്കി ഇവരെല്ലാവരും കൂടെ പകരം വീട്ടാൻ വേണ്ടി പ്രതിജ്ഞ ചെയ്തു ഈ മരത്തിന്റെ ചുവട്ടിൽ വെച്ചിട്ട്. ആ പ്രതിജ്ഞ കഴിഞ്ഞ ഉടനെയാണ് അള്ളാഹുവിന്റെ ഈ ആയത്ത് വരുന്നത്, നിങ്ങളുടെ പ്രതിജ്ഞയിൽ ഞാൻ സംതൃപ്തനായിരിക്കുന്നു എന്നാണ്. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ വാളും മുമ്പൊക്കെ എടുത്തിട്ട് മക്കത്തിന് നീങ്ങുമ്പോ ഉസ്മാനിന്റെ ഇങ്ങനെ വരുന്നു. അപ്പൊ ഇത് വെളിപ്പാടായ ഉസ്മാൻ ജീവിച്ചിരിക്കുന്നു, നിങ്ങളിപ്പോ ഇത് പ്രതികാരം ചെയ്യണ്ട എന്ന് പറയട്ടെ ദൈവം വേണം. അത് ചെയ്യാനുള്ള അറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മാത്രമല്ല ചേകനൂർ മൗലവിക്ക് പറ്റിയ അബദ്ധം അള്ളാഹുവിനും റസൂലിനും പറ്റിയിട്ടുണ്ട്. ഒരിക്കൽ ബനുവാൻ എന്ന് പറയുന്ന ഒരു ജൂത ഗോത്രത്തിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് നബിയോട് പറഞ്ഞു, ഞങ്ങളെ ഗോത്രം ഒന്നായിട്ട് ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരാൻ കുറച്ച് ആളെ പറഞ്ഞുകൊണ്ടാ ആളയച്ചുണ്ടാകുന്നു. ഉടനെ നബി 70 ഹാഫിളുകളെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ കൂടെ അയച്ചു. അവർ പോകുന്ന വഴിയിൽ എവിടെയാണ് വീർമൗല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് 70-ൽ 69 പേരെ കൊന്നു കളഞ്ഞു. ഒരു കാലിന് മുടങ്ങുന്ന ഒരാളെ മാത്രം രക്ഷപ്പെട്ടു. അയാൾ ഓടി തിരിച്ചു വന്ന നബിയോട് പറഞ്ഞ സംഭവം അപ്പോഴാണ് നബി വന്നത്. എന്നിട്ട് 3 മാസത്തോളം ഭക്ഷണം കഴിക്കാതെ ശാപപ്രാർത്ഥനയിൽ മുഴുകി കണ്ണീരൊഴുക്കിക്കൊണ്ട് നബി നടന്നു എന്നാണ് ചരിത്രം. അവസാനം ഈ പോയ ആൾക്കാർ 69 ആൾക്കാരും കൂടെ ആകാശത്തിനൊരായി തിരക്കി ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നു, അള്ളാഹനെ ഞങ്ങൾ കണ്ടിരിക്കുന്നു, അള്ളാഹ്ക്കും ഞങ്ങൾക്കും സന്തോഷമായിട്ടുണ്ട്. അപ്പോഴാണ് നബിക്ക് വിഷമം മാറിക്കുന്നത് എന്നാണ് പറയുന്നത്. ചേകനൂർ മൗലവിയെ കൊണ്ടുപോയി അതേമാതിരി അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിന്ന് 70 ഹാഫിളുകളെ കൊണ്ടുപോയി കൊന്നു ജൂതന്മാർ. എവിടെയായിരുന്നു അള്ളാഹു സർവജ്ഞാനി? ഇതുപോലെ നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. പ്രപഞ്ചത്തിന്റെ ഘടനയെ കുറിച്ച് പോലും ഒന്നും അറിയാത്ത ഒരു ദൈവത്തെയാണ് ഖുർആനിൽ കാണാൻ കഴിഞ്ഞത്. ഒരിക്കൽ നബിയോടൊരു സഹാബി ചോദിച്ചു, ചന്ദ്രൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വൃദ്ധിക്ഷയം ഉണ്ടാകുന്നത്? അതിങ്ങനെ ഇടയ്ക്ക് തേങ്ങാപ്പൂള് പോലെ ഇടയ്ക്ക് വട്ടത്തിലൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്, കാരണം എന്താണെന്ന് ചോദിച്ചു. അതിന് ഖുർആൻ നൽകുന്ന മറുപടി, അത് നിങ്ങൾക്ക് മാസം കണക്കാക്കാനാണ്. ഞങ്ങളുടെ നാട്ടിലെ ഒരു ആഴ്ചാത്തുണ്ടായിരുന്നു. ആഴ്ചാത്തക്ക് ചെവി വെച്ചില്ല. ഒരു ദിവസം ആഴ്ചാത്ത ഞങ്ങൾ മുറ്റത്ത് കൂടെ ഇങ്ങനെ പോകും. കഷ്ടത്തിലൊരു കത്തിയുണ്ട്, കയ്യിലൊരു തൂപ്പാത്രമുണ്ട്. ഞാൻ ചോദിച്ചു, അല്ല എന്താ ആഴ്ചാത്ത, എന്തിനാ കത്തിയും കൊണ്ടുപോകണത്? ഇതിന് പാലാ. അതേമാതിരിയുള്ള മറുപടിയാണ് പറഞ്ഞത്. എന്തുകൊണ്ട് വൃദ്ധിക്ഷയം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ പോലുമുള്ള ശാസ്ത്രവിജ്ഞാനം അന്ന് ലഭിച്ചില്ലെങ്കിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റാണ്. അദ്ദേഹം ജീവിച്ചത് 7-ാം നൂറ്റാണ്ട്. പക്ഷെ അള്ളാഹില്ല എന്ന് പറഞ്ഞാലോ, സൃഷ്ടാവായ അള്ളാഹില്ല എന്ന് പറഞ്ഞാലോ. ഇതുപോലെ ഞാൻ അതേക്കുറിച്ച് ഖുർആന്റെ ശാസ്ത്രീയത ഈ പുസ്തകത്തിൽ ധാരാളം ശാസ്ത്ര വസ്തുതകളുമായി ബന്ധമില്ലാത്ത ഖുർആനിന്റെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ വിശദമായിട്ട് കാണിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സ്വന്തം സൃഷ്ടിയായ ഭൂമി ഉരുണ്ടിട്ടാണെന്ന് പോലും അള്ളാഹുവിന് അറിയില്ല എന്നാണ് ഖുർആൻ വായിച്ചപ്പോ എനിക്ക് മനസ്സിലായത്. മാത്രമല്ല, മറ്റു ദൈവങ്ങളോട് അസൂയയുള്ള ദൈവം എങ്ങനെയാണ് പരിപൂർണനാകുക? ഞാൻ നിങ്ങളുടെ മുജാഹിദുകളെ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു ഖണ്ഡിക വായിക്കാം.
നിങ്ങൾ സുന്നികളെ കുറ്റപ്പെടുത്താൻ വേണ്ടി എഴുതിയതാണ് ആ വരികൾ. പക്ഷെ അത് സുന്നികളെ മാത്രമല്ല ബാധിക്കുന്നത്, അന്യ മതക്കാരെയും കൂടെ ബാധിക്കും. ശിർക്കും തൗഹീദുമാണല്ലോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രധാന കർത്തവ്യം. ഇതിൽ പറയുന്നത് അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് അർപ്പിക്കുന്നതാണ് ഇസ്ലാമിക ദൃഷ്ടി ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞുകൊണ്ട് ഉദാഹരണം പറയും. പൊറുക്കപ്പെടാത്ത പാപം എന്നതിലുപരി സൽക്കർമ്മങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്ന വിഷമാണ് ശിർക്ക്. മലയാളിയുടെ നമസ്കാരവും നോമ്പും സ്വീകരിക്കപ്പെട്ടേക്കാം, വ്യഭിചാരിയുടെ ഹജ്ജും സക്കാത്തും സാധുവായേക്കാം. ഒരു ഏകദൈവ വിശ്വാസി അവൻ എന്ത് പാപങ്ങൾ തന്നെ ചെയ്താലും ഒരു നാൾ സ്വർഗത്തിൽ പ്രവേശിക്കും. പക്ഷെ ശിർക്ക് ചെയ്യുന്നവൻ ശിർക്ക് വിശ്വാസം പുലർത്തുന്ന ഒരാളുടെ സൽപ്രവർത്തനങ്ങൾ വാനോളം ഉണ്ടെങ്കിലും സ്വീകാര്യയോഗ്യമല്ല. ഇത് ജമാഅത്തെ ഇസ്ലാമി പരിവർത്തനത്തിലൂടെ എന്ന MI മുഹമ്മദ് സുല്ലമിയുടെ പുസ്തകമാണ് മുജാഹിദുകളുടെ പ്രസിദ്ധീകരണം. അള്ളാഹുവിന് മാത്രം ആരാധന അർപ്പിച്ചവൻ പാരത്രിക ലോകത്ത് വിജയിയായി തീർന്നു. എന്നാൽ അത് അള്ളാഹുവേതരർക്ക് സമർപ്പിക്കുന്നവർ